ഒന്നും നോക്കണ്ട, ബി എഡ് ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർത്ത് സെമസ്റ്റർ ബി എഡിന്റെ കംപ്ലീറ്റ് 4 സബ്ജക്റ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ പഠിക്കുകയാണ്. ഫസ്റ്റ് ജെൻഡർ, സെക്കൻഡ് ITP, തേർഡ് ഇൻക്ലൂസീവ്, ഫോർത്ത് സോഷ്യൽ സയൻസ്. ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ തന്നെ പഠിക്കണം. കേവലം ഒരു രാത്രി മാത്രം, അത് മാത്രമേ നമ്മൾക്ക് ഇടയിലുള്ളൂ. അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ഇപ്പൊ നോക്കുകയാണ്. ആദ്യത്തെ പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യത്തെ സബ്ജക്ട് ജെൻഡർ, സ്കൂൾ ആൻഡ് സൊസൈറ്റി. ആദ്യത്തെ സിലബസ് പ്രകാരം, കാലിക്കറ്റ് സിലബസ് പ്രകാരമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജെൻഡർ ഇസ് എ സോഷ്യലി കൺസ്ട്രക്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെൻ ആൻഡ് വുമൻ. ജെൻഡർ എന്ന് പറയുന്നത് സാമൂഹിക നിർമ്മിതിയാണ്. അത് മെൻ ആൻഡ് വുമൻ എന്ന് പറയുന്നതിന്റെ പ്രത്യേകതയാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ജെൻഡർ എന്ന് പറഞ്ഞാൽ ദ സ്റ്റേറ്റ് ഓഫ് ബീങ് മെയിൽ ഓർ ഫീമെയിൽ, ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ജെൻഡർ എന്ന് പറയുന്നത്. ഇഫ് സൊസൈറ്റി ഇറ്റ് ഈസ് സോഷ്യലി ആൻഡ് കൾച്ചറലി ഡിഫറൻസ് റാദർ ദാൻ ബയോളജിക്കൽ ഡിഫറൻസ്. ആണോ പെണ്ണോ എന്ന് പറയുന്നത് സാമൂഹികപരവും അതുപോലെ തന്നെ സാംസ്കാരികപരമായിട്ടുള്ള ഒരു വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ ജെൻഡർ തീരുമാനിക്കുന്നത്. ബയോളജിക്കൽ ഡിഫറൻസ് വ്യത്യാസമുണ്ട്. ബയോളജിക്കൽ ഡിഫറൻസിനെ അല്ല ഇവിടെ ജെൻഡർ എന്ന് വെച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് സോഷ്യലി ആൻഡ് കൾച്ചറലി ഡിഫറെന്റ്. ഒരു വ്യക്തിയുടെ സാമൂഹിക സാംസ്കാരിക വ്യത്യാസം, അതിനനുസരിച്ച് അവന്റെ ലിംഗഭേദം നിർണ്ണയിക്കപ്പെടുന്നതിനെയാണ് ഇവിടെ ജെൻഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജെൻഡറും സെക്സും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ, സെക്സ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഡിഫറൻസ് ആണ്. ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലിംഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർതിരിവിനെയാണ് സെക്സ് എന്ന് പറയുന്നത്. അത് ബയോളജിക്കൽ ഡിഫറൻസ് ആണ്. എന്നാൽ ജെൻഡർ എന്ന് പറയുമ്പോൾ സോഷ്യലി ആൻഡ് കൾച്ചറലി ഡിഫറെന്റ്. ഒരു സമൂഹത്തിലെ ജെൻഡർ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നതായിരിക്കില്ല മറ്റു സമൂഹത്തിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിൽ ഓർ ഫീമെയിൽ എന്നാണ് സെക്സിന്റെ അണ്ടറിൽ പിന്നെ ഈ ജെൻഡറിനെ പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് ജെൻഡറിനെ മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പേഴ്സൺ, അതാണ് ജെൻഡറിന്റെ അകത്ത് വരിക. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും സെക്സ് ആൻഡ് ജെൻഡർ തമ്മിലുള്ള വ്യത്യാസം. ജെൻഡറിന്റെ റോൾ, അടുത്ത ടോപ്പിക്ക് ജെൻഡറിന്റെ റോൾ. ജെൻഡറിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ behavior of men and women, those are appropriate to the society, is called gender role. The behavior of men and women, ഒരു പുരുഷന്റെ സ്ത്രീയുടെ ബിഹേവിയർ ആണ് ഇവിടെ. അത് സമൂഹത്തിന് അനുയോജ്യമായിരിക്കണം. ദാറ്റ് ഈസ് അപ്രോപ്രിയേറ്റഡ് ടു ദ സൊസൈറ്റി, ഇസ് കോൾഡ് ജെൻഡർ റോൾ. ഇവിടെ ഈ ജെൻഡർ റോൾ എന്നുള്ള വേർഡ് കോയിൻ ചെയ്തിരുന്ന വ്യക്തി ജോൺ മ്യൂണിയാണ്. ജോൺ മ്യൂണി 1955 ജെൻഡർ റോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടിട്ടുള്ളത്. ഈ കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീക്കും സമൂഹം ചില റോളുകൾ നിശ്ചയിച്ച് നൽകിയിരിക്കുകയാണ്. അതിനെ സെറ്റ് ഓഫ് ബിഹേവിയർ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു പുരുഷൻ ശാരീരികമായി മാത്രമല്ല പെരുമാറ്റവും മാസ്കുലിൻ ആയിരിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതാണ് സമൂഹം നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ചും പെൺകുട്ടികളായ ചില റോളുകൾ നിശ്ചയിച്ച് കൊടുത്തിട്ടുണ്ട് സമൂഹം. അതിനെയാണ് ജെൻഡർ സെറ്റ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതാണ് ഈ ജോൺ മ്യൂണി തന്റെ ഒരു ജെൻഡർ റോൾ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ജെൻഡർ റോൾ ഇൻ ഫാമിലിയിലേക്ക് വരുമ്പോൾ ജെൻഡറിന്റെ റോൾ എന്താണ്? പുരുഷനെ ബ്രെഡ് വിന്നർ ആയിട്ടാണ് കാണുന്നത്. ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ ബ്രെഡ് വിന്നർ, അവന്റെ ഫാമിലിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പുരുഷനിലേക്കാണ് ആ റോൾ ആശ്രയിച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോം മേക്കറായിട്ടും, അതുപോലെ തന്നെ പുരുഷൻ വീട്ടുകാർ ഭക്ഷണം, ഒരു ഹോം മേക്കർ, വീടിന്റെ മാനേജ്മെന്റ്, അവർ പുറത്തേക്കൊന്നും പോയിട്ട് അധ്വാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സമൂഹം നിശ്ചയിച്ചു കൊടുക്കുന്ന റോളാണ് ഇവിടെ പറയുന്നത്. അപ്പം ആധുനിക സമൂഹത്തിൽ എന്നാൽ ഇത്തനല്ല ചിന്തിക്കുന്നത്. ഈക്വൽ പുരുഷനും സ്ത്രീക്കും ഈക്വൽ റോൾ ഉണ്ട്, എല്ലാ കാര്യങ്ങൾക്കും ഈക്വൽ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള രീതിയിലാണ് അത് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്. ജെൻഡർ റോളും കാസ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കറിയാം കാസ്റ്റ് എപ്പോഴും ഒരു പാട്രിയാർക്കിക്കൽ ഷാഡോ, ഒരു പുരുഷാധിപത്യത്തിന്റെ ഒരു ഛായ ഉണ്ടാവും. അവിടെ ഡിസ്ക്രിമിനേഷനും എക്സ്പ്ലോയിറ്റേഷനും ഉണ്ടാവും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ജെൻഡർ റോൾ എന്ന് പറയുമ്പോൾ പുരുഷൻ സ്ത്രീ കുറച്ചധികം കാസ്റ്റിലേക്ക് വരുമ്പോൾ പുരുഷന് കുറച്ച് മേധാവിത്വം കിട്ടുന്ന രീതിയിലാണ്. സ്ത്രീ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എക്സ്പ്ലോയിറ്റേഷന് വിധേയമാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ജെൻഡർ റോൾ ഇൻ കൾച്ചർ ഡിക്റ്റേറ്റ്സ് socially acceptable behavior for men and women.
ഇതിനെ ഉദ്ദേശിക്കുന്നത് കൾച്ചർ, സമൂഹത്തിന്റെ കൾച്ചറാണ് ചിലപ്പോൾ എന്ത് റോളാണ് സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് നിശ്ചയിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ ജെൻഡർ റോൾ റിലീജിയനിലേക്ക് വരുമ്പോൾ കൾച്ചർ ആൻഡ് റിലീജിയൻ ബേസ്ഡ് ഓൺ പാട്രിയാർട്ടിക്കൽ വാല്യൂ. പാട്രിയാർക്കിയൽ സൊസൈറ്റിയുടെ ഒരു പരിച്ഛേദമാണ് ഈ റിലീജിയനും അതുപോലെ തന്നെ കാസ്റ്റും ഒക്കെ തന്നെ. അപ്പോൾ ആ പാട്രിയാർക്കിയുടെ ഒരു സ്വഭാവം ആ റോൾ നിർണയത്തിൽ കാണാൻ സാധിക്കും റിലീജിയനിലും കാസ്റ്റിലും. പാട്രിയാർക്കി എന്നാൽ എന്താണ്? പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ ദ റോൾ ഓഫ് ഫാദർ. പാട്രിയാർക്ക് എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് ഈ പാട്രിയാർക്കി ഉണ്ടായത്. ഈ പാട്രിയാർക്കി എന്ന് പറഞ്ഞ റോൾ ഓഫ് ഫാദർ എന്നാണ്. അപ്പോൾ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി, അതായത് മെയിൽ ഡൊമിനേഷൻ, അത് സിംബോളൈസ് ചെയ്താണ്. മെയിലിന്റെ ഒരു ഡൊമിനേഷൻ ആണ് ആ പാട്രിയാർക്കൽ സമൂഹത്തിനുണ്ടാവുക. അതായത് സുപ്പീരിയോറിറ്റി ഓഫ് മെൻ, പുരുഷന്റെ മേധാവിത്വം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ ഐഡിയോളജിക്കൽ ആൻഡ് സോഷ്യൽ കൺസ്ട്രക്ട്. ഇതൊരു ഐഡിയോളജിക്കൽ ആൻഡ് ആശയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ഒരു കൺസ്ട്രക്റ്റാണ് ഈ പാട്രിയാർക്കി എന്ന്. ഒരു സ്ത്രീ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ, വന്ധ്യതയുള്ളവരെ, വിധവകളെ ഒക്കെ പുരുഷ സമൂഹം വല്ലാതെ രീതിയിൽ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്ക് പുനർവിവാഹത്തിന് പോലും അർഹതയില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സമൂഹത്തെ പാട്രിയാർക്കിക്കൽ സൊസൈറ്റി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നത്. ദി സ്റ്റാറ്റസ് ഓഫ് വുമൻ ഇൻ ഏൻഷ്യന്റ് പീരീഡ്. സ്റ്റാറ്റസ് ഓഫ് വുമൻ ഇൻ ഏൻഷ്യന്റ് പീരീഡ് എന്നതിനകത്ത് വേദിക് പീരീഡാണ് ആദ്യത്തെ. ഏൻഷ്യന്റ് പീരീഡ് എന്ന് പറയുന്നത് വേദിക് എന്നും പീരീഡ് ഓഫ് എപ്പിക് എന്നും അതുപോലെ പീരീഡ് ഓഫ് ജൈനിസം എന്നും ബുദ്ധിസം എന്നും മെഡീവൽ പീരീഡ് എന്നും കൊളോണിയൽ പീരീഡ് എന്നും നമുക്ക് തരംതിരിക്കാം. അപ്പൊ അത് വേദിക് പീരീഡ് എന്ന് പറയുമ്പോൾ വുമൻസ് വേദകാലഘട്ടങ്ങളിൽ വുമൻ വളരെ ഹൈ പൊസിഷൻ അവർ ആദ്യം ഉണ്ടായിരുന്നു. പിന്നീട് അവർക്ക് പല റിലീജിയസ് ആക്ടിവിറ്റീസ് വരെ പങ്കെടുക്കാൻ വേദിക് കാലഘട്ടങ്ങൾ സാധിക്കുമായിരുന്നു. പിന്നീട് ഋഗ്വേദയിലേക്കും ദേവദാസി സംവിധാനങ്ങളും അതുപോലെ തന്നെ പോളിഗമിയും ഒബീഡിയൻസ് ടു ഹസ്ബൻഡ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടു. പിന്നീട് പീരീഡ് ഓഫ് എപ്പിക് എന്ന് പറയുമ്പോൾ നമുക്ക് മഹാഭാരത, രാമായണ അതുപോലെ തന്നെയുള്ള എപ്പിക്കായിട്ടുള്ള ചില എഴുത്തുകൾ, കാവ്യങ്ങളൊക്കെ ഇറങ്ങി. അതിനകത്ത് സ്ത്രീ കഥാപാത്രങ്ങളാണ് പിന്നെ അവരുടെ ഹോമോണ്. ദ്രൗപദി മഹാഭാരതത്തിൽ വരുന്നുണ്ട്, ഗാന്ധാരി വരുന്നുണ്ട് അതിനകത്ത്, അതുപോലെ തന്നെ സീത രാമായണത്തിൽ വരുന്നത്. ഇപ്പൊ ഇവരൊക്കെയാണ് ആ സമയത്ത് സ്ത്രീകളുടെ റോൾ മോഡൽ എന്ന് പറയുന്നത്. അത് പലപ്പോഴും സ്ത്രീ പുരുഷ മേധാവിത്വത്തിന് വിധേയരായിട്ട് പല ദുരിതങ്ങൾ അനുഭവിക്കുകയും അതുപോലെ തന്നെ സ്ത്രീകൾ സ്വന്തമായി സ്വന്തം നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പീരീഡ് ഓഫ് എപ്പിക്സിൽ. അതുപോലെ പീരീഡ് ഓഫ് ജൈനിസം ബുദ്ധിസം. ജൈന ബുദ്ധ മതത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ വുമൻ എഡ്യൂക്കേഷനെയും വുമൻസിന്റെ പങ്കാളിത്തത്തെയും മതപരമായ കാര്യങ്ങൾ കുറേയൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരു മതങ്ങളായിരുന്നു ജൈനിസവും ബുദ്ധിസവും. അപ്പൊ ആ രീതിയിൽ ആ റിലീജിയസ് ഓർഡറിൽ തന്നെ പങ്കാളിത്തം കിട്ടിയ ഒരു കൊടുത്ത മതങ്ങളാണ് ജൈനിസവും ബുദ്ധിസവും. ഈ മെഡീവൽ പീരീഡിലേക്ക് വരുമ്പോൾ മെഡീവൽ പീരീഡ് എന്ന് പറയുന്നത് മുസ്ലിം അഡ്വന്റിന്റെ കാലഘട്ടമാണ്, സുൽത്താനത്തിന്റെ കാലഘട്ടമാണ്. അവിടെ മുഗൾ രാജവംശമുണ്ട്, സുൽത്താൻ രാജവംശമുണ്ട്. അപ്പൊ അവിടെ പർദ സിസ്റ്റം, വുമന്റെ ചില അവകാശങ്ങൾ നിഷേധിക്കും, ശരീരത്തെ നിയമങ്ങളൊക്കെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടു. പൊളിഗമി സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞു, പർദ സംവിധാനം വന്നു. അങ്ങനെയൊക്കെ ഒരു വുമൻ എഡ്യൂക്കേഷൻ നിരുത്സാഹപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ആ സമയത്ത് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ കൊളോണിയൽ പീരീഡിൽ ബ്രിട്ടീഷ് എഡ്യൂക്കേഷന്റെ ചില പ്രശ്നങ്ങളുണ്ട്. അവിടെ കുറച്ച് ബ്രിട്ടീഷ് എഡ്യൂക്കേഷനകത്ത് ക്രിസ്ത്യൻ മിഷണറിമാരൊക്കെ വന്ന് അവിടെ സർവത്ര വിദ്യാഭ്യാസം വിമൻസിന് കുറച്ചുകൂടെ പാർട്ടിസിപ്പേഷൻ കിട്ടി. അതുപോലെ തന്നെ സൂപ്പർസ്റ്റിഷ്യൻസ് അഗൈൻസ്റ്റ് വുമൻസ്, അതായത് സതി സംവിധാനങ്ങളോ അങ്ങനെയുള്ള പുനർവിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെട്ടു ഈ കൊളോണിയൽ പീരീഡിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ജെൻഡർ സെൻസിറ്റിവിറ്റി. അടുത്ത പോയിന്റ് ജെൻഡർ സെൻസിറ്റിവിറ്റി. ഈ ജെൻഡർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് എ പീപ്പിൾ തിങ്ക് അബൌട്ട് their gender. It is an act of people think about അവന്റെ ജെൻഡറിനെ പറ്റി അവൻ ചിന്തിക്കുമ്പോഴാണ് ജെൻഡർ സെൻസിറ്റീവ്. റെസ്പെക്ടിങ് ഇൻഡിവിജ്വൽ ഈച്ച് ഇൻഡിവിജ്വൽ ജെൻഡർ ഇറസ്പെക്റ്റീവ് ഓഫ് ഓർ റിഗാർഡ്ലെസ് ഓഫ് ദ ഇൻഡിവിജ്വലിന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ ഈച്ച് ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണ് എന്നുള്ള ഒരു ചിന്ത അവരുടെ ജെൻഡറിനെ ഉപരി അതിനെ ഓരോ വ്യക്തികളെ മാനിക്കുന്ന ഒരു ആക്റ്റാണ് ഈ ജെൻഡർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ആക്ട് ഓഫ് പീപ്പിൾ തിങ്ക് അബൌട്ട് ദെയർ ജെൻഡർ. ഈ അടുത്ത ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ്.
ഈ ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ട് ഓഫ് ഓവർ ജനറലൈസേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്, ഡിഫറൻസസ്, ആട്രിബ്യൂട്ട്സ് ഓഫ് സർട്ടൻ ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ ദർ ജെൻഡർ. അതായത് ഓവർ ജനറലൈസേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്, ഡിഫറൻസ്, ആട്രിബ്യൂട്ട്സ് ഓഫ് ഗ്രൂപ്പ് ഓഫ്, അതായത് ആൺകുട്ടിയാലും പെൺകുട്ടിയാലും അവരെ പറ്റി കുറച്ചൊരു ജനറലൈസേഷൻ, പൊതുധാരണ സൃഷ്ടിക്കപ്പെടുകയാണ്. അത് ബേസ്ഡ് ഓൺ ജെൻഡറാണ്. ഈ ക്യാരക്ടറിസ്റ്റിക്സ്, ഡിഫറൻസ്, ആട്രിബ്യൂട്ട്സ് ഓഫ് സർട്ടൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ബേസ്ഡ് ഓൺ ദർ ജെൻഡർ വരുമ്പോൾ അവിടെ ജനറലൈസേഷൻ വരുമ്പോൾ അത് സ്റ്റീരിയോടൈപ്പിംഗ് ആയി മാറി. സ്റ്റീരിയോടൈപ്പിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവും, അവിടെ ബയാസ് ഉണ്ടാവും about the traits and the characteristics of certain gender. ഒരു ജഡ്ജ്മെന്റ് വേണം. ആൺകുട്ടിക്ക് ഇതേ പറ്റുള്ളൂ, പെൺകുട്ടിക്ക് അത്രയും കൂടെ കഴിയില്ല, പെൺകുട്ടികളുടെ റോളൊക്കെ ഇതാണ്, പെൺകുട്ടികളെ കൊണ്ട് ഇതൊന്നും ആവൂല, ആ രീതിയിൽ ഒരു ബയാസ്, ആൺകുട്ടികളോട് പാർട്ടിക്ക് ഒരു ബയാസ് തോന്നും. ഇതിന്റെയൊക്കെ അടിസ്ഥാനം പറഞ്ഞാൽ about the traits and characteristics of certain gender. ഒരു ജെൻഡറിന്റെ ട്രേറ്റ്സ്, സവിശേഷതകൾക്കും പ്രത്യേകതകൾക്കും അനുസരിച്ചാണ് ഇത്തരത്തിലുള്ള ബയാസ്, ജഡ്ജ്മെന്റ് രൂപപ്പെടുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ഡൊമസ്റ്റിക് വർക്ക്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ് വളരെ പ്രധാനപ്പെട്ടാണ് ഈ സ്റ്റീരിയോടൈപ്പിങ്ങിനകത്ത്. അതുപോലെ ഡൊമസ്റ്റിക് വർക്ക് എന്ന് പറയുന്നത് ഈ ഹൗസ് ഹോൾഡ് വർക്കൊക്കെ സ്ത്രീകൾക്ക് ഓക്യുപ്പേഷന്റെ കേസിനകത്ത് സ്ത്രീകൾക്ക് ചില ജോലികൾക്ക്, നേഴ്സ് ജോലികളും ടീച്ചർ ജോലികളൊക്കെ സ്ത്രീകൾക്കും, ചില ഹാർഡ് വർക്കിംഗ് ജോലികളൊക്കെ പുരുഷന്മാർക്കും എന്ന നിലക്ക് പോകുന്നു. അതുപോലെ തന്നെ ഫിസിക്കൽ അപ്പിയറൻസ് ചില പെൺകുട്ടികൾക്കും ചില അപ്പിയറൻസ് നിശ്ചയിച്ച് കൊടുത്തിട്ടുണ്ട്. ആൺകുട്ടികളുടെ സംബന്ധിച്ചിടത്തോളം സർട്ടൻ അപ്പിയറൻസ്. ഈ ഒരു ജനറലൈസേഷൻസ് വരുമ്പോഴാണ് സ്റ്റീരിയോടൈപ്പിംഗ് വരുന്നത്. അടുത്തത് ഫെമിനിസം. എന്താണ് ഫെമിനിസം? ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ, ഐഡിയോളജിക്കൽ ആൻഡ് സോഷ്യൽ മൂവ്മെന്റ്. അതൊരു മൂവ്മെന്റ് ആണ് ഫെമിനിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഈ മൂവ്മെന്റ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ആൻഡ് അച്ചീവ് അബൌട്ട് റൈറ്റ് ഓഫ് വുമൻ. സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും അവ സംരക്ഷിച്ചെടുക്കാനും വേണ്ടിയുള്ള ഒരു മൂവ്മെന്റ് ആണ്. പൊളിറ്റിക്കൽ ആവാം, സോഷ്യൽ ആവാം, ഐഡിയോളജിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ് ആവാം. ഇതുവഴി എസ്റ്റാബ്ലിഷ് ആൻഡ് അച്ചീവ് ദ പൊളിറ്റിക്കൽ റൈറ്റ്സ് ഓഫ് വുമൻ. സ്ത്രീകളുടെ പൊളിറ്റിക്കൽ റൈറ്റ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ഇനി രണ്ട് തരത്തിലുള്ള ഫെമിനിസം ഉണ്ട്. ഒന്ന് റാഡിക്കൽ ഫെമിനിസവും മറ്റൊന്ന് ലിബറൽ ഫെമിനിസവും. ഈ റാഡിക്കൽ ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? റാഡിക്കൽ ഫെമിനിസം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരാണ് ഇവിടെ സ്ത്രീകളുടെ യഥാർത്ഥ എനിമി എന്ന് പറയുന്നത്. അവിടെ കംപ്ലീറ്റ് ആയിട്ടും പാട്രിയാർക്കൽ സമൂഹത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. കൗണ്ടർ അറ്റാക്ക് അല്ലെങ്കിൽ കൗണ്ടർ വയലൻസ് എന്നാണ് ഇപ്പോൾ. സ്ത്രീകൾക്കെതിരെയുള്ള ഏതൊരു അക്രമം തിരിച്ച് അതേ രീതിയിൽ അവർ പ്രതിരോധിക്കുന്നു എന്നാണ് അതിനകത്തുള്ള കൺസെപ്റ്റ്. അവരൊരു ഓട്ടോണമിയാണ്, ദേ ഡിമാൻഡ് ഫോർ ഓട്ടോണമി. ദേ തിങ്ക് ദ വെരി റീസൺ ഫോർ ദി പതറ്റിക് കണ്ടീഷൻ ഓഫ് വുമൺ ഈസ് മെൻ. പുരുഷനാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്നുള്ള ചിന്തയിലാണ് അവർ റാഡിക്കൽ ഫെമിനിസത്തിലുള്ള അവരുടെ വിമൻ ലിബറേഷൻ ഫ്രം ബയോളജിക്കൽ ഡിഫറൻസ്. ഈ ബയോളജിക്കൽ ഡിഫറൻസിനെ അവർ അംഗീകരിക്കുന്നില്ല, അതിനുള്ളൊരു മോചനം കൂടിയാണ് ഈ റാഡിക്കൽ ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലിബറൽ ഫെമിനിസം. ഈ ലിബറൽ ഫെമിനിസം വളരെ വിശാലമായ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അതൊരു ലിബർട്ടിയാണ്. അതൊരു ലിബർട്ടി ആൻഡ് ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഐഡിയനെ ആസ്പദമാക്കിക്കൊണ്ട് അവർ വിമൻ ഇക്വാലിറ്റി ആഗ്രഹിക്കുന്നു, പുരുഷന്മാരൊപ്പം തുല്യത ആഗ്രഹിക്കുകയാണ്. ഈ ഇക്വാലിറ്റി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ റൈറ്റിലും ഉള്ള ഇക്വാലിറ്റിയാണ്. അവർ പുരുഷ സമൂഹത്തിൽ തുല്യത ആവശ്യപ്പെടുന്നുണ്ട്. ആ തുല്യത മാത്രമാണ് അവരുടെ ആവശ്യം. അത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു തുല്യത ആണ് ഇവിടെ ആവശ്യമായിട്ട് അവർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം. അങ്ങനെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ജെൻഡറിനകത്ത് രണ്ടാമത്തെ ചാപ്റ്ററിനകത്ത് വരുന്ന പ്രോബ്ലം ഓഫ് വുമൻ ഇൻ കണ്ടംപററി ഇന്ത്യ. ഇന്നത്തെ സമകാലീന ഇന്ത്യയിൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ പ്രധാന പ്രശ്നങ്ങൾ. ഒന്ന് സോഷ്യൽ ഇഷ്യൂസ്. അതുപോലെ തന്നെ രണ്ടാമത്തിൽ ഈ സോഷ്യൽ ഇഷ്യൂസിനകത്ത് വരുമ്പോൾ സ്ത്രീകൾ കൂടുതലും ഈ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട സ്ത്രീകളാണ് കൂടുതലും ഈ സോഷ്യൽ ആയിട്ട് പ്രശ്നങ്ങൾ പെടുന്നത്. കാരണം അവരാണ് കൂടുതൽ സഫർ ചെയ്യുന്നത്. അവർ അങ്ങനെയാണ് പറയുന്നത്, സഫർ ചെയ്യുന്നത് കൂടുതലും ഈ അപ്പർ ക്ലാസ്സിനേക്കാളും ലോവർ ക്ലാസ്സിനേക്കാളും ലോവർ മിഡിൽ ക്ലാസ് ആൾക്കാരാണ്, ഇപ്പം സ്ത്രീകളാണ് കൂടുതൽ. കാരണം അവരുടെ വരുമാനവും അവരുടെ സോഷ്യൽ സ്റ്റാറ്റസും എല്ലാം തന്നെ ഈ പുരുഷന്മാരെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോഴാണ് അവർ കൂടുതൽ സഫർ ചെയ്യപ്പെടുക.
ഡാവറി സിസ്റ്റം ഉണ്ട് അവിടെ, ഡൊമസ്റ്റിക് വയലൻസ് നടക്കുന്നുണ്ട്, ഡിസ്പാരിറ്റി ഇൻ എഡ്യൂക്കേഷൻ, ചൈൽഡ് മാരേജ്, ഇൻഅഡിക്വറ്റ് ന്യൂട്രീഷൻസ്, സ്റ്റാറ്റസ് ഓഫ് വിഡോയുടെ സ്റ്റാറ്റസ് വളരെ പരിതാപകരമാണ്. അതുപോലെ മിലിറ്ററി സർവീസ്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, പ്രോപ്പർട്ടി റൈറ്റ് തുടങ്ങിയിട്ടുള്ള പല പ്രശ്നങ്ങളും കണ്ടംപററി ഇന്ത്യയിൽ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദി എക്സ്പീരിയൻസ് ഓഫ് ബീങ് മെൻ, ബോയ് ഓർ ഗേൾ, ഒരു പെൺകുട്ടിയെ അതായത് ഒരു ഗേൾ ആയിരിക്കുക അല്ലെങ്കിൽ ഒരു ബോയ് ആയിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സൊസൈറ്റിയാണ് ഇവിടെ ഈ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുന്നത്. സൊസൈറ്റി ഡിസൈഡ്സ് ഗേൾസ് ആണ് കൂടുതലും ഇതിനകത്ത് സൊസൈറ്റിയുടെ കൂടുതൽ പ്രഷറിന് വിധേയമാവുക എന്നുള്ളത്. സോഷ്യൽ ഡൂസ് ആൻഡ് ഡോൺസ് ആർ മോർ ബീങ് അപ്ലൈഡ് ഓൺ ഗേൾസ്. ഗേൾസ് ആർ മോസ്റ്റ്ലി asked to do something or don't do something, don't do, like taboos are assigned for girls. ഗേൾസിനെ ഇങ്ങനെ ടാബൂസ് കൊണ്ട് സൊസൈറ്റിയുടെ ഒരു ചെറിയ കൺട്രോൾ നിർത്തുകയും അങ്ങനെ മാസ്കുലിൻ അല്ലെങ്കിൽ ഫെമിനിൻ എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടിലേക്ക് അവിടെ കൊണ്ടുവരും. ആൺകുട്ടികളെ ചില മാസ്കുലിൻ ആക്ടിവിറ്റി ആയിട്ട് പെരുമാറിയില്ലെങ്കിൽ നീ എന്താ നീ പെണ്ണാണോ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ടെന്നുള്ളതാണ്. നീ എന്താ പെണ്ണാ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, ആ ഒരു ചോദ്യം തന്നെയാണ് എക്സ്പീരിയൻസ് ഓഫ് ബീങ് മെയിൽ ഓർ ഫീമെയിൽ. നിങ്ങൾ ഏതൊരു പെൺകുട്ടി ഒരു ആൺകുട്ടികൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, നീ എന്താ പെണ്ണാ? ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഈ എക്സ്പീരിയൻസ് ഓഫ് ബീങ് ബോയ് അല്ലെങ്കിൽ ഗേൾ. ആ ഒരു ചോദ്യം തന്നെ ഇൻകറക്റ്റ് ആണെന്നുള്ളതാണ്. കാരണം എന്താണ്, ആണായാലും പെണ്ണായാലും തുല്യമായി അവർ എന്തൊക്കെ ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്ന് സമൂഹം തീരുമാനിക്കുന്ന ഒരു കാര്യമുണ്ട്. ആൺകുട്ടി ചെയ്യുന്നവർക്ക് പെൺകുട്ടിക്ക് ചെയ്യാൻ പാടില്ല, പെൺകുട്ടി ചെയ്യുന്നവർക്ക് ആൺകുട്ടി ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഡിസിഷൻ ഉണ്ടല്ലോ സമൂഹത്തിന്റെ. അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ജെൻഡർ ഐഡന്റിറ്റി കൺസ്ട്രക്ഷൻ സ്കൂളിലെ ജെൻഡർ ഐഡന്റിറ്റി കൺസ്ട്രക്ഷൻ. ഈ ജെൻഡർ ഐഡന്റിറ്റിയുടെ പ്രധാന സ്രോതസ് സ്കൂളാണ്. ഈ ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പേഴ്സണൽ കൺസെപ്ഷൻ ഓഫ് വൺസെൽഫ് ആസ് മെയിൽ ഓർ ഫീമെയിൽ. ഒരു വ്യക്തിയുടെ കൺസെപ്ഷനാണ്, കൺസെപ്റ്റ് ആശയം എന്താണ് ഫീമെയിൽ എന്നൊരു വ്യക്തിയാണ് ഇവിടെ ഐഡന്റിഫൈ. ഈ ഐഡന്റിഫിക്കേഷൻ ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിത്വത്തിന്റെ ഇന്റഗ്രൽ പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി. ഇറ്റ് ഇസ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഹിസ് പേഴ്സണാലിറ്റി. സ്കൂൾ ഈസ് ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദിസ് ഐഡന്റിറ്റി. ഈ ഐഡന്റിറ്റി സൃഷ്ടിക്കുന്നതിന്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു സ്ഥലമാണ് സ്കൂൾ. സ്കൂളിൽ നിന്നാണ് ഈ ഐഡന്റിറ്റി കൺസ്ട്രക്ഷൻ കൂടുതൽ നടക്കുന്നത്. ജെൻഡർ ഐഡന്റിറ്റി ടോസ്ഡ് ഏജ് 3 ചിലപ്പോൾ അതിൽ താഴെ തന്നെ ഏജിൽ തന്നെ ഈ ഒരു ജെൻഡർ ഐഡന്റിറ്റി കുട്ടികളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടുത്ത ടോപ്പിക്ക് റോൾ സ്പെസിഫിക് ക്ലാസ് റൂം സ്കൂൾ. ഇവിടെ ജെൻഡർ റോൾ എന്ന് പറയുന്നത് ഗേൾസിനും ബോയ്സിനും പല റോളുകൾ ക്ലാസ് റൂമിൽ അറിയാതെ അധ്യാപിക കൊടുക്കുന്നുണ്ട്. അതായത് ജെൻഡർ റോൾസ് ഗേൾസിന് കൂടുതലും ക്ലീനിങ് ആക്ടിവിറ്റിയും മിസലീനിയസ് ആയിട്ടുള്ള വളരെ ചെറിയ ജോലികൾ കൊടുക്കും. ആൺകുട്ടികളെ സമയം കുറച്ച് കൈ പ്രൊഫൈൽ ജോലി, അതുപോലെ തന്നെ കുറച്ച് റെസ്പോൺസീവ് ആയിട്ടുള്ള പണിഷ്മെന്റ്, അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചില ജോലികൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ടീച്ചർ while distributing job is that he must or she must ensure that there are no gender discriminations. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇക്കാര്യത്തിൽ ഈ റോൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുമ്പോൾ ഉണ്ടാകരുത് എന്നുള്ളതാണ്. അവോയ്ഡ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ്. ജനറലൈസേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അത്തരത്തിലുള്ള ജനറലൈസേഷൻ വെച്ചുകൊണ്ട് അധ്യാപകർ കുട്ടികൾക്ക് റോളുകൾ അസൈൻ ചെയ്യരുത്. അത് ക്ലാസ് റൂമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനടുത്ത് ചൈൽഡ് റൈറ്റ് വയലേഷൻ. ചൈൽഡ് റൈറ്റ് വയലേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അവകാശ സംരക്ഷണം ലംഘിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒന്ന് ഫീമെയിൽ ഫെർട്ടിസൈഡ്. നമ്മളെപ്പോഴും കാണുന്ന ഈ ഗർഭാവസ്ഥ വെച്ച് പെൺകുട്ടികളെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് ട്രാഫിക്കിംഗ്, കുട്ടികളെ കടത്തിക്കൊണ്ടുപോകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ദാരിദ്ര്യം മൂലം കുട്ടികളെ വിൽക്കാം, അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഒബ്ജക്റ്റിഫൈങ് ദ ചൈൽഡ്, കുട്ടികളെ ഈ കച്ചവടവൽക്കരിക്കുന്ന ഒരു പ്രധാന കാര്യം. പിന്നെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, ചൈൽഡ് ലേബർ, ബാലവേലകളൊക്കെ ചൈൽഡ് റൈറ്റ് വയലേഷന്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാവുന്ന പോയിന്റുകളാണ്. അതുപോലെ വർക്കിംഗ് ടുവേഴ്സ് ജെൻഡർ ഇക്വാലിറ്റി ഇൻ ക്ലാസ് റൂം. എങ്ങനെ നമുക്ക് ക്ലാസ് റൂമിൽ ഈ ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരാം? ജെൻഡർ ഇക്വാലിറ്റി നമുക്ക് 3 ടോപ്പിക്കിന് വെച്ചാണ്. അതായത് ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷൻസ് വഴി നമുക്ക് ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരാം. അങ്ങനെയാണ് ടീച്ചർ സ്റ്റുഡന്റ് ഇന്ററാക്ഷനകത്ത് എപ്പോഴും ജെൻഡർ ഫ്രീ ലാംഗ്വേജ് ഉപയോഗിക്കും. ആൺകുട്ടികളെ സംരക്ഷിച്ച് നിർത്തുന്ന, ആൺകുട്ടികളെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയും പെൺകുട്ടികളെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യുന്ന ഒഴിവാക്കുക.
എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. രണ്ടാമത്തത് ലെസൺ പ്ലാനിങ് ആൻഡ് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്നാണ്. ലെസൺ പ്ലാനിങ് ആൻഡ് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റൊട്ടേഷൻ ഓഫ് ജോബ്സ്. ക്ലാസ് റൂമിനകത്ത് ക്ലാസ് റൂം മാനേജ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ടീച്ചർക്കാണ്. ടീച്ചർ ഇവിടെ ക്ലാസ് കൈകാര്യം ചെയ്യുമ്പോൾ ജെൻഡർ സ്റ്റീരിയോടൈപ്പിങ്ങും ജെൻഡർ സെൻസിറ്റീവ് ആയ കാര്യങ്ങളിനകത്ത് വളരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അത് ജോബ് കൊടുക്കുമ്പോൾ നമുക്കറിയാം റൊട്ടേഷൻ ഓഫ് ജെൻഡർ റോൾ ഉപയോഗിക്കാൻ നോക്കരുത്. കാരണം ജെൻഡർ റോള് എന്ന് പറയുന്നത് ഇവിടെ ടീച്ചറെ മനസ്സിലുള്ള പോലെ കൊടുക്കരുത് എന്നുള്ളതാണ്. അതുപോലെ കരിക്കുലം കണ്ടന്റ്, ഇൻക്ലൂസീവ് ലാംഗ്വേജ്, കരിക്കുലത്തിനകത്ത് എപ്പോഴും ഇൻക്ലൂസീവ് ആയിരിക്കണം. ഏത് ഉൾപ്പെടുന്ന രീതിയിലുള്ള ലാംഗ്വേജുകളെ കരിക്കുലത്തിനകത്ത് ഉൾപ്പെടുത്തണം. പിന്നെ 3 രീതിയിൽ ഈ ജെൻഡർ ഇക്വാലിറ്റി ക്ലാസ് റൂമിൽ കൊണ്ടുവരാൻ സാധിക്കും. അടുത്ത ടോപ്പിക്ക് സ്കൂളിംഗ് ഓഫ് ഗേൾസ്. പല പ്രശ്നങ്ങൾ ഈ സ്കൂളിൽ പെൺകുട്ടികളെ കൊണ്ടുവരുന്നതിന് ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തെ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്, വിദ്യാഭ്യാസ ചെലവ്. സ്കൂളിലേക്കുള്ള ദൂരം, ഡിസ്റ്റൻസ് ടു എഡ്യൂക്കേഷൻ, വയലൻസ് അറ്റ് സ്കൂള്, ജെൻഡർ നോംസ്, പോവർട്ടി. ഇതൊക്കെ ഈ സ്കൂളിലേക്ക് പെൺകുട്ടികളെ എത്തിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതാണ്. ഗേൾസ് ആണ് സ്കൂളിലേക്ക് എത്തുന്നതിന് തടസ്സമായിട്ട് അവരാണ് കൂടുതലും ദരിദ്ര ഒരു ഫാമിലിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ എത്ര വരെ വിടണം ചിന്തിക്കും. ആദ്യം ബോയ്സിനെ വിടുകയും പിന്നെ ഗേൾസിനെ അങ്ങോട്ട് വിടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഗേൾസിനെ വിടാതിരിക്കാൻ പ്രധാന കാരണം വിദ്യാഭ്യാസത്തിന് ചെലവും, ഡിസ്റ്റൻസ് ടു സ്കൂള്, അതുപോലെ തന്നെ വയലൻസ് അറ്റ് സ്കൂള്, ജെൻഡർ നോംസ്, പോവർട്ടി, കോൺഫ്ലിക്റ്റ് ആൻഡ് എമർജൻസീസ്, മാരേജ്, ചൈൽഡ് മാരേജ് ഒക്കെ പെണ്ണുങ്ങൾക്ക്, അതുപോലെ തന്നെ പ്രഗ്നൻസി, വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, ശുചിത്വത്തിന്റെ പ്രശ്നങ്ങൾ, ചൈൽഡ് വർക്കിംഗ്, ഡിസബിലിറ്റീസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പെൺകുട്ടികൾക്ക് സ്കൂളിങ്ങിന് ഉള്ള ഒരു തടസ്സങ്ങളായിട്ട് വരുന്നുണ്ട്. സേഫ്റ്റി അറ്റ് സ്കൂൾ ആൻഡ് ഹോം ബിയോണ്ട്. ഈ സ്കൂളിലെ കുട്ടികളുടെ സുരക്ഷ എന്ന് പറയുന്നത് ചൈൽഡ് സേഫ്റ്റി പ്രോഗ്രാംസ് നടപ്പാക്കിക്കൊണ്ട് അത് ചില പോളിസികൾ, നയങ്ങൾ ഈ ചൈൽഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പാക്കേണ്ടതുണ്ട്. ചൈൽഡ് അബ്യൂസ്, അത്തരത്തിലുള്ള ക്യാമ്പസ് സെക്യൂരിറ്റി സേഫ്റ്റി പ്രോഗ്രാം ഉൾപ്പെടുത്തണം. അതുവേണ്ടി മോക്ഡ്രിൽ നടത്താൻ, കംപ്ലൈന്റ് ബോക്സുകൾ സ്ഥാപിക്കാം, ക്ലാസ് റൂമിൽ CCTVകൾ വെക്കാം. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കുട്ടികളെ സ്കൂളിലും സേഫ്റ്റി നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. ഹോമിൽ ഉറപ്പാക്കുമ്പോൾ ഹോമിലേക്ക് എത്തുമ്പോൾ കുട്ടികളുമായിട്ട് സംസാരിക്കും. പേരൻസിന്റെ ഉത്തരവാദിത്തമാണ് കുട്ടികളോട് സംസാരിക്കാനുള്ളത്. സെക്സ്വൽ എഡ്യൂക്കേഷൻ വീട്ടിൽ നിന്ന് ആദ്യം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതും ഒരു പ്രധാനമാണ്. അതുപോലെ തന്നെ റെഡ് ഫ്ലാഗിംഗ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഒഫൻഡേഴ്സ്, ഈ ലൈംഗിക വൈകൃതങ്ങളുള്ള ആളുകളെ പറ്റിയുള്ളൊരു അവബോധം, അവരിൽ നിന്ന് അകന്നു നിൽക്കേണ്ട ഒരു അവബോധം, അവരെ പറ്റി ഒരു ചുവപ്പ് സിഗ്നൽ കൊടുക്കേണ്ടത്, റെഡ് ഫ്ലാഗിംഗ് എഗനസ്റ്റ് സെക്ഷൽ ഒഫൻഡേഴ്സ് കൊടുക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ തന്നെ അല്ലാതെ വേറെ ആരാണ് മനസ്സിലാക്കുക, നോ യുവർ ചൈൽഡ്. നീഡ് ടു ടോക്ക് എഡ്യൂക്കേഷൻ ഓൺ സെക്ഷൽ എഡ്യൂക്കേഷൻ, റെഡ് ഫ്ലാഗ് ടു സെക്ഷൽ ഒഫൻഡേഴ്സ്, നോ യുവർ ചൈൽഡ്. അതുപോലെ ടു ടീച്ച് ദ ബാഡ് ടച്ച് ഓർ ഗുഡ് ടച്ച്, വിച്ച് ടച്ച് ഈസ് ഗുഡ് ഓർ ബാഡ്, അങ്ങനെയുള്ള കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിക്കുക. അങ്ങനെയാണ് സേഫ്റ്റി വീടുകളിൽ ഉറപ്പാക്കേണ്ടത്. അതുപോലെ തന്നെ സെക്ഷൽ അബ്യൂസും വയലൻസും സെക്ഷൽ അസാൾട്ട്, വെർബൽ, വിഷ്വൽ, ഇങ്ങനെയൊക്കെ നടക്കാം. വെർബൽ, വിഷ്വൽ വയലൻസ് ഒക്കെ കൂടുതലും കുട്ടികൾക്ക് നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഇനാക്ടിവിറ്റി, കുട്ടികളുടെ സംബന്ധം കുട്ടികളെ സെക്ഷൽ ആക്ടിവിറ്റിയിലേക്ക് വലിച്ചിടക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് കുട്ടികൾ മറച്ചു വെക്കാനുള്ള സാധ്യത കൂടുതലാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഷണി മൂലമോ മറ്റേതെങ്കിലും തരത്തിലുള്ള വിലക്കുറവ് മൂലമോ കുട്ടികളെ ഇതിൽ നിന്ന് പുറത്തു പറയുന്നത് വിലക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ കുട്ടികൾ ഭയപ്പെട്ടേക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ പെരുമാറ്റത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ട്, കുട്ടികൾക്ക് മനസ്സിലാക്കി ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ പോയിന്റ് ആയിട്ട് വരുന്നുണ്ട്. ഒബ്ജക്റ്റിഫിക്കേഷൻ. എന്താണ് ഈ ഒബ്ജക്റ്റിഫിക്കേഷൻ? ഈ കുട്ടികളെ ഈസ് ആൻ ആക്ട് ഓഫ് ട്രീറ്റിംഗ് എ പേഴ്സൺ as an instrument of sexual pressure. It's an act of treating a person as an instrument of sexual pressure. ഈ സെക്ഷൽ പ്രഷർ കിട്ടാൻ വേണ്ടി ഒരു വ്യക്തിയെ ഒരു പദാർത്ഥമാക്കുകയാണ്. ഇത്തരത്തിൽ കുറച്ച് വിശാലമായി പറയുകയാണെങ്കിൽ ട്രീറ്റിംഗ് എ പേഴ്സൺ ആസ് എ കമ്മോഡിറ്റി, ഒരു വ്യക്തിയുടെ ഒരു ചരക്കായിട്ട്, ഒരു കമ്മോഡിറ്റി ആയിട്ട് കാണും, വിത്തൗട്ട് റിഗാർഡിംഗ് ദെയർ പേഴ്സണാലിറ്റി ഓർ ഡിഗ്നിറ്റി. ഒരാളുടെ അന്തസ്സോ വ്യക്തിത്വമോ പരിഗണിക്കാതെ ഒരു വ്യക്തിയെ
കമ്മോഡിറ്റി ആയിട്ട് കണക്കാക്കുകയാണ്. ഫോർ ദ സേക്ക് ഓഫ് എന്തിനാണ് സെക്ഷൽ പ്ലഷറിന് വേണ്ടിയിട്ട് ഒബ്ജക്ടിഫൈ ചെയ്യുകയാണ്. ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ട്രീറ്റിംഗ് എ പേഴ്സൺ ആസ് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് സെക്ഷൽ പ്ലഷർ. More broadly, treating a person as a commodity object without regarding their personality or dignity. അടുത്തത് സ്കൂൾ ആൻ ഏജന്റ് ഓഫ് ചേഞ്ച്. ഈ സ്കൂളിനെ ഒരു ചേഞ്ച് ഏജന്റ് ആയിട്ട്, മാറ്റം വരുത്തുന്ന ഒരു ചാലക ശക്തിയായിട്ട് എങ്ങനെ കാണാൻ കഴിയും? നോട്ട് ഓൺലി എ പ്ലേസ് ഓഫ് ഫോർമൽ ലേണിംഗ് ബട്ട് ഓൾസോ എ സോഷ്യൽ ലേണിംഗ്. സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഫോർമലായിട്ട് ലേൺ ചെയ്യുന്ന സ്ഥലം മാത്രമല്ല, ഇതൊരു സോഷ്യൽ ലേണിംഗിന്റെ സ്ഥലം കൂടിയാണ്. എ ഗുഡ് സൊസൈറ്റി ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഗുഡ് സ്കൂൾ. ഗുഡ് സ്കൂളിന്റെ ഒരു സംഭാവനയാണ്, ഗുഡ് സ്കൂൾ സിസ്റ്റത്തിന്റെ ഒരു സംഭാവനയാണ് ഗുഡ് സൊസൈറ്റി. അതുപോലെ നേരെ തിരിച്ചും എ ഗുഡ് സ്കൂൾ സിസ്റ്റം ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഗുഡ് സ്കൂളിംഗ്. നല്ലൊരു സമൂഹം ഉണ്ടാവണമെങ്കിൽ നല്ല സ്കൂൾ ഉണ്ടാവണം, നല്ലൊരു സ്കൂൾ ഉണ്ടാവണമെങ്കിൽ നല്ലൊരു സമൂഹം വേണം. അപ്പോൾ ഇതൊരു ഫോർമൽ ലേണിംഗ് മാത്രമല്ല, ഇതൊരു സോഷ്യൽ ലേണിംഗിന്റെ സ്ഥലം കൂടിയാണ്. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ ചേഞ്ച് ഈസ് എ ട്രാൻസ്ഫർമേഷൻ ഓഫ് കൾച്ചർ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓവർ ടൈം. സോഷ്യൽ ചേഞ്ച് നടക്കണമെങ്കിൽ പ്രധാന ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം ഇസ് ദ മെയിൻ ഏജന്റ് ഓഫ് സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ച് എന്നാൽ സോഷ്യൽ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റം, കൾച്ചറിൽ ഉണ്ടാകുന്ന മാറ്റം, ആ ഒരു മാറ്റം കാലങ്ങളിൽ വരണമെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ആ മാറ്റം വേഗത്തിൽ നടക്കുകയുള്ളൂ എന്നുള്ളത്. ഹ്യൂമൻ നീഡ്സ് ആർ ചേഞ്ചിങ്. നിലവിലുള്ള സാമൂഹിക സംവിധാനത്തിന് മനുഷ്യന്റെ ആവശ്യം നിറവേറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ അത്തരത്തിലൊരു മാറ്റം അനിവാര്യമാണ്. അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരണമെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടാവണം. വിദ്യാഭ്യാസമാണ് ആളുകളുടെ ആഗ്രഹങ്ങളെ എന്ത് ചെയ്യുന്ന മൊബിലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് സ്കൂൾ ഈസ് എ സോഷ്യൽ ചേഞ്ച് ഏജന്റ് ഓഫ് ചേഞ്ച് എന്ന് പറയാനുള്ള പോയിന്റ് ആണ് ഈ പറയുന്നത്. നമ്മൾ സോഷ്യൽ ലേണിംഗിനുള്ള കാരണമാണ് സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി ചാലകശക്തിയുടെ വിദ്യാഭ്യാസമാണ് പ്രവർത്തിക്കുന്നത്. മനുഷ്യന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം തന്നെ ആണ് ഈ മാറ്റം കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് മൊബിലൈസ് ചെയ്യുന്നത് വിദ്യാഭ്യാസമാണ്. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യിപ്പിക്കുന്നത് വിദ്യാഭ്യാസമാണ്. അതുകൊണ്ടാണ് സ്കൂൾ ഒരു ചേഞ്ച് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതിനുള്ള ഉത്തരമായിട്ട് നമുക്ക് ഇതിനകത്ത് എഴുതാൻ കഴിയും. ടൈപ്പ് ഓഫ് സ്കൂൾ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഫങ്ഷൻസ് ഓഫ് സ്കൂൾ, മൂന്ന് തരത്തിലുള്ള സ്കൂളുകളാണ് നമുക്കുള്ളത്. ഗവൺമെന്റ് സ്കൂൾ, പ്രൈവറ്റ് എയ്ഡഡ്, അതുപോലെ തന്നെ പ്രൈവറ്റ് സ്കൂൾ. ഗവൺമെന്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ റൺ ബൈ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റ് റൺ ചെയ്യും, അവരാണ് ഇത് റൺ ചെയ്യുന്നത്. പ്രൈവറ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ റൺ ബൈ പ്രൈവറ്റ് മാനേജ്മെന്റ് ബട്ട് എയ്ഡഡ് ബൈ ഗവൺമെന്റ്. പ്രൈവറ്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ റൺ വിത്തൗട്ട് ഗവൺമെന്റ് എയ്ഡ്, ദേ ഹാവ് ബീൻ റൺ ബൈ ദ ഫീ റവന്യൂ അല്ലെ, റവന്യൂ അവർക്ക് അവരുടെ റവന്യൂ പ്രൈവറ്റ് ഫീസുകൾ ഉപയോഗിച്ച് ഗവൺമെന്റ് സഹായമില്ലാതെ പ്രൈവറ്റ് സ്കൂളുകൾ നമുക്കറിയാവുന്നതാണ്. ഗവൺമെന്റിന് അതിനകത്ത് റിക്രൂട്ട്മെന്റിനകത്തോ ടീച്ചർമാരുടെ റിക്രൂട്ട്മെന്റിനകത്തോ ഒന്നും റോളില്ല. അപ്പം ആർട്ടിക്കിൾ 31 ഈ മെയിൻറ്റെയിൻ ലിംഗ്വിസ്റ്റിക് ആൻഡ് റിലീജിയസ് മൈനോറിറ്റീസ് കാൻ റൺ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 31 ഇങ്ങനെ വിദ്യാഭ്യാസം ആർക്കൊക്കെ റൺ ചെയ്യാൻ സാധിക്കും. ഭാഷാപരമായിട്ടുള്ള മൈനോറിറ്റീസിന് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാനങ്ങൾ റൺ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത റോൾ ഓഫ് സ്കൂൾ ഇൻ ഡെമോക്രാറ്റിക് സൊസൈറ്റി. ഒന്നാമത്തെ സോഷ്യലൈസേഷൻ ആണ്. സോഷ്യലൈസേഷൻ ആണ് ഒന്നാമത്തെ പ്രോസസ്, അതാണ് ഒന്നാമത്തെ റോള്. രണ്ട്, ലേൺ റൂൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്, സോഷ്യൽ റൂൾസ് ആൻഡ് എക്സ്പെക്ടേഷൻ, ട്രാൻസ്മിഷൻ ഓഫ് വാല്യൂസ് ആൻഡ് കൾച്ചറൽ നോംസ്, ലേൺ സിവിക് ലെസൺസ്. അപ്പൊ ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ സോഷ്യലൈസേഷന് സ്കൂൾ വളരെയധികം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിവിക് എഡ്യൂക്കേഷൻ, പൗരബോധം പഠിപ്പിക്കാൻ സ്കൂൾ ഉപയോഗിക്കുന്നു. ട്രാൻസ്മിഷൻ ഓഫ് വാല്യൂസ് ആൻഡ് സോഷ്യൽ നോംസ്, നേരത്തെ പറഞ്ഞ സ്കൂൾ ഏജന്റ് ഓഫ് ചേഞ്ച് ഇല്ലേ, അത് തന്നെയാണ് ഇവിടെ ഉത്തരവായിട്ട് വരുന്നത്. സ്കൂൾ ആസ് എ മിനിയേച്ചർ ഓഫ് സൊസൈറ്റി. മിനിയേച്ചർ സൊസൈറ്റിയുടെ ഒരു ലഘു രൂപമാണ് എന്ന് പറയുന്നത് ശരിയാണോ? യെസ്, സൊസൈറ്റി വിതിൻ സൊസൈറ്റി ആണ് ഈ മിനിയേച്ചർ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത്. മിനിയേച്ചർ ഓഫ് സൊസൈറ്റി എക്സിസ്റ്റ് വിതിൻ എ ലാർജ് സൊസൈറ്റി. ഒരു വലിയ സൊസൈറ്റിക്കുള്ളിൽ നിൽക്കുന്ന ചെറിയ നിൽക്കുന്ന ഒരു ചെറിയ സംവിധാനമാണ് മിനിയേച്ചർ സൊസൈറ്റി. ക്രോസ് സെക്ഷൻസ്, പല സാമൂഹിക ചുറ്റുപാടിലുള്ള സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകൾ വന്നിട്ട് പങ്കുചേരുന്ന ഒരു സ്ഥലമാണ് ക്ലാസ് റൂമുകൾ അല്ലെങ്കിൽ സ്കൂളുകൾ. അപ്പോൾ ടോളറൻസ്, സ്റ്റുഡൻസ് കമ്പാഷനേറ്റ്, സ്റ്റുഡന്റ് ഷുഡ് ബി ടോളറന്റ് ആൻഡ് കമ്പാഷനേറ്റ്.
certain ethos, അതായത് എല്ലാ ആസ്പെക്ട്സുമുള്ള കുട്ടികളെ പരിഗണിക്കാനാണല്ലോ. ഒരു ക്ലാസ് റൂമിൽ നിന്നും പല ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളുണ്ടല്ലോ. അതുപോലെ തന്നെ പ്രിസർവേഷൻ ഓഫ് കൾച്ചർ ആൻഡ് സോഷ്യൽ മോറൽ വാല്യൂസ്, അഡ്ജസ്റ്റബിലിറ്റി, ട്രൂത്ത്, സിമ്പതി, കോപ്പറേഷൻ, ലേണിംഗ് ടുഗദർ, വൊക്കേഷണൽ ട്രെയിനിങ്. അതായത് ഒരു സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ് ഈ സ്കൂൾ. അപ്പൊ സ്കൂളിൽ ഇത്തരത്തിലുള്ള ടോളറൻസ്, കമ്പാഷൻ, അഡ്ജസ്റ്റബിലിറ്റി, ട്രൂത്ത്, സിമ്പതി, കോർപ്പറേഷൻസ്, ലേണിംഗ് ടുഗദർ മൈൻഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് വേണം. അപ്പൊ അതുകൊണ്ടാണ് മിനിയേച്ചർ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി ഓഫ് സൊസൈറ്റി ടുവേർഡ്സ് എഡ്യൂക്കേഷൻ. ഈ സൊസൈറ്റിയും എഡ്യൂക്കേഷനും തമ്മിൽ രണ്ടും ടു ഇൻസെപ്പറബിൾ എലമെന്റ് ആണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റപ്പെടാൻ സാധിക്കുന്നില്ല. സൊസൈറ്റിയും സ്കൂളും തമ്മിലുള്ള ബന്ധം നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇൻഫ്ലുവൻസിങ് പോസിറ്റീവ്ലി നെഗറ്റീവ്ലി, അത് രണ്ട് രീതിയിലും സൊസൈറ്റിയും സ്കൂളും തമ്മിൽ നെഗറ്റീവ് ആവും, പോസിറ്റീവ് ആവും. അപ്പൊ എന്താണ് നമുക്കിവിടെ വേണ്ടത്? ട്രാൻസ്മിഷൻ ഓഫ് സ്കിൽ നോളജ് ടു നെക്സ്റ്റ് ജനറേഷൻ. അപ്പൊ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാഭ്യാസം ട്രാൻസ്മിഷൻ ഓഫ് സ്കിൽ നോളജ് ടു നെക്സ്റ്റ് ജനറേഷൻ, അടുത്ത ജനറേഷനിലേക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പ്രൊമോട്ട് ഗുഡ് ഡീഡ്സ്, നല്ല പ്രവൃത്തികൾ, സോഷ്യൽ ലേണിംഗ് ഉപയോഗിച്ച് സർവീസ് ലേണിംഗ്, പ്രൊമോട്ട് ഗുഡ് ഡീഡ്സ്, ഇതൊക്കെ എന്താണ് സൊസൈറ്റിക്ക് വിദ്യാഭ്യാസത്തിന് കൊടുക്കാവുന്ന സംഭാവനകളാണ്. നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാലാണ് ഈ ജെൻഡർ സ്കൂൾ സൊസൈറ്റി എന്ന് പറയുന്ന ആ സബ്ജക്റ്റ് തന്നെ തീർന്നിരിക്കുകയാണ്. കേവലം അരമണിക്കൂർ കൊണ്ട് നമ്മൾ സബ്ജക്റ്റ് പഠിച്ചു തീർന്നു. ഇനി അടുത്ത സബ്ജക്റ്റിലേക്ക് നമ്മൾ പോവാണ്. കാരണം നമുക്ക് ഇനി ഒട്ടും സമയങ്ങളാണ്. കാരണം ഒരു രാത്രി നമ്മുടെ മുമ്പിലുള്ള എല്ലാം പഠിച്ചു തീർക്കണം. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ അടുത്ത സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ തോട്ടാണ്. എഡ്യൂക്കേഷണൽ തോട്ട് ആൻഡ് പ്രാക്ടീസസ്. ഇതിലേക്ക് ആദ്യത്തെ മൊഡ്യൂളിന്, ആദ്യത്തെ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്ന ഓരോ വ്യക്തികൾ, ഓരോ ഫിലോസഫേഴ്സാണ്. ഓരോ വ്യക്തികളും ഉള്ള ഫിലോസഫിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഫിലോസഫിക്കൽ തോട്ട് ഓഫ് പല പാശ്ചാത്യവും പൗരസ്ത്യവും, ഇന്ത്യക്കാരും വെസ്റ്റേൺ ആയിട്ടുള്ള ആളുകളും. അപ്പൊ എന്താണ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ? ഫിലോസഫി എക്സ്പ്ലെയിൻസ് ഹൗ എഡ്യൂക്കേഷൻ തിയറി അറൈസ്. ഈ വിദ്യാഭ്യാസത്തിന്റെ പല തിയറികളും അറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഫിലോസഫി വെച്ചാണ്. ഇറ്റ് ഗീവ്സ് ലാംഗ്വേജ് ഓഫ് ടീച്ചിങ്ങിന് കൊടുക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് എന്നത് ഈ പറയുന്ന ഈ ഫിലോസഫി എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ തിയറിനെ ഉണ്ടാക്കുന്നത് ഫിലോസഫിയാണ്. അപ്പൊ ആദ്യത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ വിവേകാനന്ദനാണ്. വിവേകാനന്ദൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്ട്രോങ് ഡിഫൻഡർ ഓഫ് ഹിന്ദുയിസം ഇൻ ദ വേൾഡ് ഫോറം. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഹിന്ദുയിസത്തിന് അദ്ദേഹത്തിന്റെ സംഭാവന, അദ്ദേഹം വേൾഡ് റിലീജിയസ് ഫോറത്തിലൊക്കെ പ്രസംഗിച്ചതൊക്കെ നമുക്കറിയാം. അപ്പൊ എഡ്യൂക്കേഷൻ ഷുഡ് ബി, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷൻ ഷുഡ് ബി മാൻ മേക്കിംഗ്, ലൈഫ് ഗിവിംഗ്, ക്യാരക്ടർ ബിൽഡിംഗ്. അത് പ്രധാന പോയിന്റാണ്. മാൻ മേക്കിംഗ്, ലൈഫ് ഗിവിംഗ്, ക്യാരക്ടർ ബിൽഡിംഗ്. ഇതാണ് എഡ്യൂക്കേഷൻ ലക്ഷ്യം. അദ്ദേഹം നാച്ചുറലിസ്റ്റ്, ഐഡിയലിസ്റ്റ് ആണ്, പ്രാഗ്മാറ്റിസ്റ്റ്. അദ്ദേഹം മൂന്നുമായിരുന്നു. അദ്ദേഹം ഒരു നാച്ചുറലിസ്റ്റ്, അല്ലെങ്കിൽ ഒരു ഐഡിയലിസ്റ്റ്, അല്ലെങ്കിൽ അതൊരു പ്രാഗ്മാറ്റിസ്റ്റ്, എങ്ങനെ വേണമെങ്കിലും അദ്ദേഹത്തെ നമുക്ക് വിളിക്കാൻ സാധിക്കും. അദ്ദേഹം ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രാധാന്യം കൊടുത്തിരുന്നു. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മദർ ടങ്ങിൽ വിദ്യാഭ്യാസം ചെയ്യണമെന്ന് പറഞ്ഞു. സംസ്കൃതമാണ് അദ്ദേഹം കൂടുതൽ പ്രൊമോട്ട് ചെയ്ത ഭാഷ. അതുപോലെ തന്നെ ഇന്നർ കോർ ഓഫ് എഡ്യൂക്കേഷൻ ഇസ് റിലീജിയൻ അടിസ്ഥാനമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം അദ്ദേഹം പ്രാധാന്യം കൊടുത്തു. സെൽഫ് യൂണിവേഴ്സൽ വുമൻ എഡ്യൂക്കേഷൻ, അതായത് മാസ് എഡ്യൂക്കേഷന്, സെൽഫ് എഡ്യൂക്കേഷന്, യൂണിവേഴ്സൽ എഡ്യൂക്കേഷന്, വുമൻ എഡ്യൂക്കേഷൻ, ഇതിനെല്ലാം പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് വിവേകാനന്ദ. അടുത്തത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പല കാര്യങ്ങളും അറിയാം, പലതും അറിയാം. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ ഈസ് ഡെവലപ്മെന്റ് ഓഫ് വേൾ ചൈൽഡ്, ഹാർമോണിയസ് ഡെവലപ്മെന്റ്. കംപ്ലീറ്റ് ഒരു വേൾ ചൈൽഡ് ഹാർമോണിയസ് ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് എ ജസ്റ്റ് ലിറ്ററസി. അദ്ദേഹത്തിന് ഒരു ഐഡിയ അനുസരിച്ച് ഇതൊരു ജസ്റ്റ് ലിറ്ററസി മാത്രമല്ല. ഹെഡ്, ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഹെഡ്, ഹെർട്ട്, ഹാൻഡ്, ഹെൽത്ത്. ഹെഡ് എന്ന് പറയുന്നത് ഇന്റലക്ച്വലാണ്. അതുപോലെ തന്നെ ഹേർട്ട് സ്പിരിച്വൽ ആണ്. ഹാൻഡ് ഫിസിക്കൽ, ക്രാഫ്റ്റ് ഓറിയന്റഡ് ആണ്. അതുപോലെ തന്നെ ഹെൽത്ത് ഫിസിക്കൽ ആക്ടിവിറ്റി. ഇത് 4 ഉൾപ്പെടുന്നതാണ് ഒരു വിദ്യാഭ്യാസം. അത് ലിറ്ററസി മാത്രമല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ഒരു ക്രാഫ്റ്റ് എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നത്. പ്രൊഡക്റ്റീവായിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം വിദ്യാഭ്യാസം വഴി കൊടുക്കണം. ഹരിക്കുലം എന്ന് പറയുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആക്ടിവിറ്റി സെന്റേർഡ്, ക്രാഫ്റ്റ് സെന്റേർഡ്
ആക്ടിവിറ്റിയിലൂടെയാണ് ഓരോ കുട്ടികളും പഠിക്കേണ്ടത്. വൊക്കേഷണൽ ട്രെയിനിങ് സ്കൂളുകളൊക്കെ അദ്ദേഹത്തിന്റെ ആശയത്തിൽ നിന്നുണ്ടായതാണ്. മെത്തേഡ് ഓഫ് ടീച്ചിങ് ക്രിയേറ്റീവ് ആൻഡ് ക്രാഫ്റ്റ് ഓറിയന്റഡ്. അദ്ദേഹം കൂടുതൽ ക്രാഫ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്, ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ് അദ്ദേഹത്തിന്റെ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ. ബേസിക് ആയിട്ടുള്ള കമ്പൽസറി എഡ്യൂക്കേഷൻ എല്ലാ 6 തൊട്ട് 14 വയസ്സുള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പോളിസി ആയിരുന്നു. അതുപോലെ മദർ ടങ്ക് ഉപയോഗിക്കണം എന്നുള്ളതും ക്രാഫ്റ്റ്, വീണ്ടും അദ്ദേഹം ബേസിക് എഡ്യൂക്കേഷൻ തൊട്ടേ ക്രാഫ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണമെന്നും പറഞ്ഞിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ചിന്തകനായിരുന്നു ഗാന്ധിജി. അടുത്ത ടാഗോറിനെ നമ്മൾ അദ്ദേഹം വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് തന്നെ ഈ സിന്തസിസ് ഓഫ് വെസ്റ്റ് ആൻഡ് ഈസ്റ്റ്, അതായത് പാശ്ചാത്യ വിദ്യാഭ്യാസവും ഏൻഷ്യൻ ഇന്ത്യൻ വിദ്യാഭ്യാസവും സിന്തസിസ് ചെയ്യുന്ന ഒരു കേന്ദ്രമായിട്ടാണ് വിശ്വഭാരതി സർവകലാശാല അദ്ദേഹം വളർത്തിയെടുത്തത്. അദ്ദേഹം പ്യൂർലി ആണ് ഐഡിയലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു ഐഡിയലിസ്റ്റ് ട്രൂത്ത്, ബ്യൂട്ടി ആൻഡ് ഗുഡ്നെസ്, അതാണ് അദ്ദേഹത്തിന്റെ ഈ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന എയിമായിട്ട് അദ്ദേഹം കാണുന്നു. അദ്ദേഹത്തിന്റെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ വിദ്യാഭ്യാസം കൊണ്ട് ഒരു ഗ്ലോബൽ ഔട്ട്ലുക്ക്, ഒരു ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് കൂടി അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചിട്ട് സെൽഫ് ഫിസിക്കൽ ആവണം, പിന്നെ മദർ ടങ് യൂസ് ചെയ്യണം, ഫ്രീഡം ഉണ്ടാവണം, മൊറാലിറ്റി, സോഷ്യൽ ആൻഡ് കോറിലേറ്റിംഗ്, ഇങ്ങനെയൊക്കെയുള്ള വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. സെൽഫ് മോട്ടിവേഷൻ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം ഈ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളായിട്ട് കണ്ടിരുന്നു. ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് അദ്ദേഹം ടീച്ചിങ് ബൈ വാക്കിംഗ് ആണ്. അത് ആക്ടിവിറ്റിയിലൂടെ ടീച്ചിങ് ബൈ വാക്കിംഗ്. എന്നാൽ കൂടുതലും ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിപ്പിക്കുന്നത് ടീച്ചർ കൂടെ നിന്ന് ലേണിംഗ് ടുഗദർ, ടീച്ചിങ് ബൈ വാക്കിംഗ്, അതാണ് അദ്ദേഹത്തിന്റെ ഒരു ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് പാശ്ചാത്യരുടെ ചിന്തകൾ നോക്കാം. നമ്മൾ പ്ലേറ്റോ ആണ്. പ്ലേറ്റോ എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം ഏൻഷ്യന്റ് ആയിട്ടുള്ള ഒരു പാശ്ചാത്യ വിദ്യാഭ്യാസ ചിന്തകനാണ്. അദ്ദേഹം ഗ്രീക്കുകാരനാണ്. അദ്ദേഹത്തിന്റെ പ്രധാന ഒരു ആശയം എന്ന് പറഞ്ഞാൽ റിമൂവ് ചിൽഡ്രൻ ഫ്രം ദ മദർ. കുട്ടികൾ ജനിച്ച ഉടനെ മദറിന്റെ വിദ്യാഭ്യാസം, മദർ ആണ് കുറെ ഇൻഫോർമൽ ആയിട്ട് കുറെ വിദ്യാഭ്യാസം കൊടുക്കും. ആ വിദ്യാഭ്യാസമായിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിന്റെ ഉത്തരവാദിത്തം സ്റ്റേറ്റ് ഏറ്റെടുക്കണം. സ്റ്റേറ്റ് വിദ്യാഭ്യാസം കൊടുക്കാൻ സ്റ്റേറ്റിന് ബാധ്യതയുണ്ട്. അതൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസമായിരിക്കണമെന്നും എഡ്യൂക്കേഷൻ എല്ലാവർക്കും കൊടുക്കണമെന്നും, അതായത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഉൾപ്പെടെ വിദ്യാഭ്യാസം കൊടുക്കണമെന്നും ആ വിദ്യാഭ്യാസം ലേണിംഗ് ബൈ ഡൂയിങ് കൂടി ആയിരിക്കണമെന്നും, അതുകൊണ്ട് തന്നെ ആ വിദ്യാഭ്യാസത്തിന്റെ പരമായ ലക്ഷ്യം സെർവിംഗ് ദ സ്റ്റേറ്റ് ആണ്. മിലിറ്ററി സർവീസിലേക്കും ഒരു നല്ലൊരു ഫിലോസഫറും നല്ലൊരു റൂളറൊക്കെ ആക്കി മാറ്റാൻ ആ വിദ്യാഭ്യാസം കൊണ്ട് കുട്ടിയെ സാധിക്കണം എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കരിക്കുലം എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസും മാത്സിനും പ്രാധാന്യം കൊടുത്തിട്ടുള്ളതാണ്. ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ കൂടുതൽ സബ്ജക്റ്റുകൾ അതിനകത്തേക്ക് വരും. അപ്പൊ ഇതൊക്കെയാണ് പ്ലേറ്റോയുടെ വിദ്യാഭ്യാസ ചിന്ത. അടുത്ത പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ജോൺ ഡൂയി. ജോൺ ഡൂയിനെ പറ്റി നമ്മൾ കൂടുതൽ അദ്ദേഹത്തിന്റെ ലൈഫിനെ പറ്റി പറയുന്നത് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നമുക്ക് കൂടുതൽ പഠിച്ചു വെക്കാം. അദ്ദേഹത്തിന്റെ പ്രധാന കാര്യം എന്ന് അദ്ദേഹം എക്സ്പെരിമെന്റ് സ്കൂളുകൾ സ്ഥാപിച്ച വ്യക്തിയാണ്. എക്സ്പെരിമെന്റ് സ്കൂളുകൾ വഴി അദ്ദേഹം അദ്ദേഹം പൂർണ്ണമായിട്ടും ഇവല്യൂഷൻ ആൻഡ് പ്രാഗ്മാറ്റിസ്റ്റ് ആണ്. അദ്ദേഹം ഐഡിയലിസ്റ്റ് അല്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. അദ്ദേഹം ഒരു സയന്റിഫിക് നോളജും സയന്റിഫിക് ആയിട്ട് വിദ്യാഭ്യാസം കൊടുക്കണം, സയൻസിനും സയന്റിഫിക് മെത്തേഡിനും പ്രാധാന്യം കൊടുത്ത ഒരു വിദ്യാഭ്യാസ വിചക്ഷണാണ് ജോൺ ഡൂയി. പ്രാഗ്മാറ്റിസമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ഈ വിദ്യാഭ്യാസ മേഖലയിൽ. റിഫ്ലക്റ്റീവ് തിങ്കിങ്ങും ക്രിയേറ്റീവ് നോളജും, നമുക്ക് റിഫ്ലക്ഷൻസ് ഓഫ് എ ചൈൽഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള നോളജ് ഉണ്ട്, ക്രിയേറ്റീവായിട്ട് കൺസ്ട്രക്ട് ചെയ്തിരുന്ന കുട്ടി. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: എഡ്യൂക്കേഷൻ ഇസ് എ ഡെവലപ്മെന്റ് ഓഫ് ഓൾ കപ്പാസിറ്റി through which by which he can control his environment and fulfill possibilities. Development of all capacity and through which control his environment and fulfill പോസിബിലിറ്റീസ്. ഇതാണ് അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റ് ഓഫ് ഓൾ കപ്പാസിറ്റി, ഒന്നാമത്തെ പോയിന്റ്. അതുവഴി എന്ത് സംഭവിക്കാം? അദ്ദേഹത്തിന് ആ കുട്ടിക്ക് എൻവയോൺമെന്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഫുൾഫിൽ ദ പോസിബിലിറ്റീസ്, അതിന്റെ ലക്ഷ്യങ്ങൾ, അതിന്റെ സാധ്യതകൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് നല്ലൊരു വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്.
അതുപോലെ തന്നെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് ഇറ്റ് സെൽഫ്. അത് ജീവൻ തന്നെയാണ് വിദ്യാഭ്യാസം എന്നുള്ള കൺസെപ്റ്റ്. എഡ്യൂക്കേഷൻ എന്ന എക്സ്പീരിയൻസ് ലേണിംഗ് ബൈ ഡൂയിങ്ങും അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആക്ഷൻ ആൻഡ് തോട്ട്, ലേണിംഗ് ബൈ ഡൂയിങ്. അതുപോലെ തന്നെ പ്രൊജക്ട് മെത്തേഡും പ്രൊജക്ട് മെത്തേഡും വിദഗ്ധാവും കൂടിയാണ് ഈ ജോൺ ഡൂയി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത ചിന്തകനാണ് ജെ ജെ റൂസോ. ജെ ജെ റൂസോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നാച്ചുറലിസ്റ്റ് ആണ്. ആ ചിന്തയാണ് നാച്ചുറലിസ്റ്റ്. നാച്ചുറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന മൂല്യങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ളതാണ് ഈ നാച്ചുറലിസം. ഈ നാച്ചുറലിസത്തിനകത്ത് അദ്ദേഹം പറയുന്നത് തന്നെ റിട്ടേൺ ടു നേച്ചർ, പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. ലീവ് യുവർ ചൈൽഡ് എലോൺ, അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ലെറ്റ് ഹിം എ നാച്ചുറൽ മാൻ റാദർ എ സിവിലൈസ്ഡ് മാൻ. അത് കുട്ടീനെ നിങ്ങൾ ഫ്രീ ആക്കി വിടുക. അവിടെ കുട്ടികളെ ആ പുസ്തകപ്പുഴുക്കളാക്കി അടിച്ചേൽപ്പിക്കേണ്ടതല്ല വിദ്യാഭ്യാസമെന്നും അവൻ പല നെഗറ്റീവ്സിലൂടെയും പോയിട്ടാണ് ആ വിദ്യാഭ്യാസം നേടേണ്ടതെന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ ഷുഡ് ബി റിസൾട്ട് ഓഫ് റിയൽ ഡെവലപ്മെന്റ്. അങ്ങനെ തന്നെ അവൻ ഉണ്ടായി വരേണ്ടതാണെന്നുള്ളത്. അദ്ദേഹം നെഗറ്റീവ് എഡ്യൂക്കേഷൻ്റെ ആളാണ്. അദ്ദേഹത്തിന്റെ പ്രധാന ആശയം തന്നെ ലേൺ ബൈ നെഗറ്റിവിറ്റിയിൽ നിന്നാണ് അത് പഠിക്കേണ്ടതെന്നുള്ളതാണ്. കൊടുക്കേണ്ടതൊന്നും കൊടുക്കാതാനാണ് സ്വന്തമായി പഠിക്കട്ടെ എന്നുള്ളതാണ്. പരമ്പരാഗത വിദ്യാഭ്യാസ സമുദായത്തെ അദ്ദേഹം ചലഞ്ച് ചെയ്തു. അടുത്ത വ്യക്തിയാണ് പൗളോ ഫെറേറി. പൗളോ ഫെറേറി ഒരു ബ്രസീലിയനാണെന്ന് പറയാം. ബ്രസീലിയൻ പോവർട്ടി സ്റ്റിക്കൻ ഏരിയയിൽ അദ്ദേഹം വർക്ക് ചെയ്ത്, വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്തിട്ടാണ് അദ്ദേഹം വളർന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന കോൺട്രിബ്യൂഷൻ പെഡഗോഗി ഓഫ് പ്രിസ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. ഈ ബുക്കിനകത്താണ് അദ്ദേഹത്തിന്റെ ആശയം അദ്ദേഹം കൂടുതലുള്ളത്. അദ്ദേഹത്തിന്റെ പ്രധാന ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ബാങ്കിങ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. അതായത് കുട്ടീനെ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന ബാങ്കായിട്ട്, അക്കൗണ്ടായിട്ട് മാത്രം കാണുക. ടീച്ചർ അവന്റെ അറിവുകൾ മൊത്തം കുട്ടിക്ക് ഇട്ട് കൊടുക്കുക. ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു മെഷീൻ, ഒരു ഒന്നായിട്ട് മാത്രം അല്ല ഇദ്ദേഹം കാണുന്നത്. ഇതൊരു പ്രോബ്ലം പോസിംഗ് എഡ്യൂക്കേഷൻ ആണ്. ഇറ്റ്സ് എ ബ്രേക്ക് ട്രഡീഷണൽ സ്റ്റുഡന്റ് ടീച്ചർ റിലേഷൻഷിപ്പ് ബൈ എസ്റ്റാബ്ലിഷ് ഹൊറിസോണ്ടൽ ഡയലോഗ്. ട്രഡീഷണൽ ആയിട്ടുള്ള ഈ വെർട്ടിക്കൽ ഡയലോഗ്, ടീച്ചർ ക്ലാസ് എടുക്കുന്നു, കുട്ടികളെ കേട്ടിരിക്കുന്നതിന് പകരം ഹൊറിസോണ്ടൽ ഡയലോഗ്, നാച്ചുറൽ ഡയലോഗ് വഴിയായിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പീപ്പിൾ ലേൺ ടുഗദർ. The earlier education was to maintain culture of silence. അതായത് എഡ്യൂക്കേഷൻ, പൗളോ ഫെറേറി പറയുന്നത് നേരത്തെ ഈ ബാങ്കിങ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കൾച്ചർ ഓഫ് സൈലൻസ് ആണ്. കൾച്ചർ ഓഫ് സൈലൻസ് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് അവിടെ വോയിസ് ഇല്ല, അത് ടീച്ചറാണ് കൂടുതൽ സംസാരിക്കുന്നത്. അതിൽ നിന്ന് കൾച്ചർ ഓഫ് ഫ്രീഡമിലേക്ക് വരികയാണ്. കുട്ടിക്കും സംസാരിക്കാൻ, കുട്ടിയും സംശയങ്ങൾ ദൂരീകരിക്കുന്നു, ആശയങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ ലേണിംഗ് ടുഗദർ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ആശയം. അതുപോലെ തന്നെ മെൻ ആൻഡ് വുമൺ ക്യാൻ ഡീൽ വിത്ത് എൻവയറൺമെന്റ് ഫ്രണ്ട്ലി ആൻഡ് ക്രിയേറ്റിവിറ്റി. അതുകൊണ്ട് പെഡഗോഗി ഓഫ് ഓപ്രസ് പ്രൊമോട്ട്സ് ഡെമോക്രാറ്റിക് വാല്യൂസ്. ഹി കൺവേർട്ടഡ് ക്ലാസ് റൂം ഇൻ ആൻ എംപവർമെന്റ് ഫോർ പുവർ ആൻഡ് ഓപ്രസ്ഡ്. Critical pedagogy and education is a tool to better themselves and strengthen democracy, creative egalitarian society and just society, progressive social change. ഇതൊക്കെ പൗളോ ഫെറേറിയുടെ ആശയങ്ങളാണ്. പ്രോബ്ലം പോസിംഗ് എഡ്യൂക്കേഷൻ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആൾട്ടർനേറ്റീവ് മെത്തേഡ് എഡ്യൂക്കേഷൻ ആണ്. ഈ ആൾട്ടർനേറ്റീവ് മെത്തേഡ് എഡ്യൂക്കേഷനകത്ത് ലേണിംഗ് ഈസ് ഡ്രിവൺ ബൈ പ്രോബ്ലം ഫ്രം ദ ലൈഫ്. ലേണിംഗിനെ തീരുമാനിക്കുന്നത്, ലേണിംഗ് നടക്കപ്പെടുന്നത് പ്രോബ്ലത്തിൽ നിന്നാണ്. അങ്ങനെയാണ് ഇതാണ് ക്രിയേറ്റിംഗ് നോളജ്, കൺസ്ട്രക്റ്റിംഗ് നോളജ്. അതാണ് അത് പ്രോബ്ലം ഇട്ട് കൊടുക്കുക, എന്നിട്ട് ലേൺ ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് പ്രോബ്ലം പോസിംഗ്. ലേണിംഗ് ഈസ് ഡ്രിവൺ ബൈ എ പ്രോബ്ലം ഫ്രം ലൈഫ്. ലേണിംഗ് ഈസ് ഡ്രിവൺ ബൈ എ പ്രോബ്ലം ഫ്രം ലൈഫ്. ഈ വിദ്യാഭ്യാസത്തിന്റെ ബദൽ ചിന്തകളാണ് ആൾട്ടർനേറ്റീവ് തോട്ട്സ്. അതിനകത്ത് പ്രധാനപ്പെട്ട വ്യക്തി ഇവാൻ ഇലിച്ച് ആണ്. ഇവാൻ ഇലിച്ചിന്റെ ഒരു പുസ്തകമുണ്ട്, ഡീസ്കൂളിംഗ് സൊസൈറ്റി. 1971 അദ്ദേഹം പബ്ലിഷ് ചെയ്ത ബുക്കിനകത്താണ് അദ്ദേഹം സെൽഫ് ഡയറക്റ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹം സ്കൂളിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു എലൈറ്റിനെ സൃഷ്ടിക്കുന്ന ഒരു സമൂഹം, ഒരു എന്താണ്, ഒരു കൺസ്യൂമറിസമാണ് അതിനകത്ത് ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ആർഗ്യുമെന്റ്. അവർ അദ്ദേഹം പറയുന്നത് സെൽഫ് ഡയറക്റ്റഡ് ആയിട്ടുള്ള ടീച്ചർ ഹാസ് 3 റോൾസ്: കസ്റ്റോഡിയൻ, തെറാപ്പിസ്റ്റ് ആൻഡ് പ്രീച്ചർ. എന്നാൽ അതിന് പകരം ടീച്ചറിന് അങ്ങനെയൊക്കെയുള്ള റോളുള്ളൂ. സെൽഫ് ഡയറക്റ്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ്.
അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആശയത്തെ തന്നെ പിന്തുണച്ച മറ്റൊരു ചിന്തകനാണ് എവററ്റ് ഡ്രീമർ. എവററ്റ് ഡ്രീമർ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബുക്ക് എന്ന് പറഞ്ഞാൽ സ്കൂൾ ഡെഡ്. അദ്ദേഹത്തിന്റെ ആശയം ടെക്നോളജി എല്ലാം തന്നെ ഈ ഓവർ പോപ്പുലേഷൻ ഇതെല്ലാം ഈ വിദ്യാഭ്യാസത്തെ കൊല്ലും. അദ്ദേഹം കൂടുതലും ചിൽഡ്രൻ മസ്റ്റ് ബെനിഫിറ്റ് മോർ ഫ്രം സ്കൂൾ സ്കൂളിനേക്കാൾ ഉപരി അദ്ദേഹം ഈ പ്രകൃതിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ബദൽ സംവിധാനങ്ങളിൽ പഠിക്കണം എന്നുള്ളതാണ്. സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ അങ്ങ് നിരാശപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സ്കൂൾ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് കൂടിയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു ബദൽ ചിന്തകനാണ് ജിദ്ദു കൃഷ്ണമൂർത്തി. ജിദ്ദു കൃഷ്ണമൂർത്തി കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് റെവല്യൂഷൻ ഇൻ ദ സൈക്ക് ഓഫ് എവരി മെൻ. റെവല്യൂഷൻ കുഡ് ബി പോസിബിൾ ബൈ എഡ്യൂക്കേഷൻ. ഈ റെവല്യൂഷനാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളതാണ്. ഈ വിപ്ലവത്വം കൊണ്ടുവരുന്നതാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. അപ്പൊ സയന്റിഫിക് ആറ്റിറ്റ്യൂഡും റിലീജിയസ് ആറ്റിറ്റ്യൂഡും ഇസ് നോട്ട് എ പാരലൽ. രണ്ടും രണ്ടാണ്. രണ്ട് പാരലല്ല. രണ്ട് വഴിക്ക് പോകുന്ന ഒരു സംവിധാനങ്ങളാണ് ഈ സയന്റിഫിക് ആറ്റിറ്റ്യൂഡും റിലീജിയനും. എഡ്യൂക്കേഷൻ ഈസ് ടു ഡിസ്കവർ ന്യൂ ഏരിയ ഓഫ് നോളജ് സ്കില്ല് നെസസറി ഫോർ ചേഞ്ച്. റെവല്യൂഷൻ എന്ന ചേഞ്ച് ആണല്ലോ. ഈ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസം അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കൃഷ്ണമൂർത്തിയെ സംബന്ധിച്ചിടത്തോളം ചേഞ്ചിങ് സോഴ്സ് ക്രിയേറ്റ് സൊസൈറ്റി നോട്ട് ഗുഡ്. ഹ്യൂമൻ ബീയിങ് വിത്ത് ചേഞ്ചിങ് സോഴ്സ്. വിദ്യാഭ്യാസമാണ് ഇവിടെ മനുഷ്യനെ റെവല്യൂഷൻ കൊണ്ടുവരുന്നത്, മാറ്റം കൊണ്ടുവരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ളതാണ് വിദ്യാഭ്യാസം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ കരിക്കുലം എന്നൊക്കെ പറയുന്ന അതിനകത്തൊന്നും എക്സാമിനൊക്കെ പ്രാധാന്യമൊന്നും അത്ര ഇല്ല. കൂടുതലും ഈ സയന്റിഫിക് നോളജും മറ്റും ഉപയോഗിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ആശയമായിട്ട് വരുന്നത്. അങ്ങനെ ഒന്നാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ മൊഡ്യൂൾ ഈ തോട്ടുകളാണ്. ഇത്രയും ആളുകളുടെ തോട്ടുകൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ഈ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ചേഞ്ച് ഇൻ സോഷ്യൽ റിലേഷൻഷിപ്പ്. സോഷ്യൽ ചേഞ്ച് മീൻസ് ചേഞ്ച് ഇൻ സോഷ്യൽ റിലേഷൻഷിപ്പ്, ചേഞ്ച് ഇൻ സോഷ്യൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. സോഷ്യൽ ഓർഗനൈസേഷൻ്റെ അതിൻ്റെ സ്ട്രക്ചറിൽ ഫങ്ഷനിലൊക്കെയുള്ള മാറ്റമാണ് ഈ പറയുന്ന ഈ ചേഞ്ച് എന്ന് പറയുന്നത്. ബൈ സോഷ്യൽ ചേഞ്ച് ഐ അണ്ടർസ്റ്റാൻഡ് ചേഞ്ച് ഇൻ സോഷ്യൽ സ്ട്രക്ചർ. അതായത് ഈ സോഷ്യൽ റിലേഷൻഷിപ്പിൽ സോഷ്യൽ സ്ട്രക്ചറിലുള്ള മാറ്റം, അതാണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. സോഷ്യൽ ചേഞ്ച് ഇൻ ഇന്ത്യയിലേക്ക് സോഷ്യൽ ചേഞ്ച് വരുമ്പോൾ സോഷ്യൽ ചേഞ്ച് ഇൻ ഇന്ത്യ ഒക്കെ വെരി സ്ലോ, വളരെ പതുക്കെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. കാരണം ഇന്ത്യയിൽ സോഷ്യൽ ചേഞ്ചസ് ഒക്കെ ഫോർ വാണ്ട് ഓഫ് ആസ്പിറേഷൻ ആൻഡ് നീഡ് ഓഫ് ദ പീപ്പിൾ. അത് ഉണ്ടെങ്കിൽ മാത്രമാണ് സോഷ്യൽ ചേഞ്ച് നടക്കുക. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ മാറുമ്പോൾ ഗോളുകൾ മാറും, ചേഞ്ച് മാറും. അതുപോലെ സോഷ്യൽ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും, ഇക്കോണമി മോഡേണൈസ് ചെയ്യപ്പെടും, ഇക്വാലിറ്റി ഉണ്ടാവും, സോഷ്യലിസ്റ്റ് പാറ്റേണിലേക്ക് മാറും. അപ്പൊ ഇതിനൊക്കെ മാറ്റം വരുന്നതെങ്കിൽ എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ഇസ് എ ഇൻസ്ട്രുമെന്റ് ഓഫ് സോഷ്യൽ ചേഞ്ച്. നമ്മൾ ഇവിടെ ഇന്നത്തെ ജനറലിനകത്ത് പഠിച്ച അതേ സാധനം തന്നെയാണ്. എഡ്യൂക്കേഷൻ ആണ് ഇസ് ഇൻസ്ട്രുമെന്റ് ഓഫ് സോഷ്യൽ ചേഞ്ച്. എഡ്യൂക്കേഷൻ ആൻഡ് മോഡേണൈസേഷൻ. ഈ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ റെവല്യൂഷണറി ചേഞ്ച് leading to transformation of traditional society into technologically and culturally society. അതായത് ട്രാൻസ്ഫർമേഷൻ ഓഫ് ട്രഡീഷൻ ഇസ് എ റെവല്യൂഷണറി ചേഞ്ച് ആണ് ഈ മോഡേണൈസേഷൻ. ട്രാൻസ്ഫർമേഷൻ ഓഫ് ട്രഡീഷണൽ സൊസൈറ്റി ഇൻറ്റു ടെക്നോളജിക്കൽ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി. അതിനാണ് ഈ പറയുന്ന മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. അത് വിദ്യാഭ്യാസമാണ് കൊണ്ടുവരും, അതാണ് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ മൊബിലിറ്റി. സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റീവ് ഫോർ സോഷ്യൽ ചേഞ്ച് ആർ സോഷ്യൽ പ്രോഗ്രസ്. ഒരു സൂചനയാണ്. ഒരു സമൂഹത്തിന് ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു സൂചനയാണ്. ഈ മാറ്റം ഉണ്ടാകുന്ന സൂചന എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഫ്രം വൺ സോഷ്യൽ സ്ട്രക്ചർ ഇൻ സോഷ്യൽ സ്ട്രക്ചർ. അത് വ്യക്തികളുടെ മാറ്റമാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവരുടെ ആയിരിക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് അവർ മാറിപ്പോവും, അവർ മാറി നിൽക്കും, അവർ മാറും. അങ്ങനെ മാറുന്നത് വെർട്ടിക്കൽ ആവാം, ഹൊറിസോണ്ടൽ ആവാം, ഇൻട്രാ ജനറേഷൻ ആവാം, ഇന്റർ ജനറേഷൻ ആവാം. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ സോഷ്യൽ സ്റ്റാറ്റസ് മാറും, പൊസിഷൻ മാറും, എന്നാൽ സോഷ്യൽ സ്റ്റാറ്റസ് മാറുന്നില്ല. പൊസിഷൻ മാറാം, സോഷ്യൽ സ്റ്റാറ്റസ് മാറുന്നില്ല. എന്നാൽ വെർട്ടിക്കൽ ആണെങ്കിൽ ഈ പൊസിഷനും സ്റ്റാറ്റസും എല്ലാം മേലേക്കും താഴേക്കും മാറാം. ഇന്റർ ജനറേഷൻ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ഇത് മാറ്റപ്പെടാം. ഇന്റർ ജനറേഷൻ ആ ജനറേഷനുള്ളിൽ തന്നെ ഒരു 3-4 മക്കളുണ്ടെങ്കിൽ അതിനകത്ത് ഒരു കുട്ടി അങ്ങോട്ട് സ്റ്റാറ്റസ് മാറുന്നതാണ്. ഇതാണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്.
അടുത്ത സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഈ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് എ കണ്ടീഷൻ ഓഫ് ബീങ് അറേഞ്ച്ഡ് ഇൻ എ സോഷ്യൽ സ്ട്രാറ്റ ഓർ ക്ലാസ് വിതിൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിനുള്ളിൽ ഒരു സ്ട്രാറ്റ അല്ലെങ്കിൽ ക്ലാസ് ഉണ്ടാക്കുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് സ്ട്രാറ്റ എന്ന് പറയുന്നത്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അതായത് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിനുള്ളിൽ ഗ്രൂപ്പ് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സമ്പത്താവാം, പൊസിഷൻ ആവാം, സ്റ്റാറ്റസ് ആവാം, അക്സെപ്റ്റബിലിറ്റി ആവാം, എന്തിനാ ഗ്രൂപ്പിനുള്ളിൽ ഗ്രൂപ്പിനെ രൂപീകരിച്ച് തന്നെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത് കൾച്ചർ. കൾച്ചർ എന്ന് പറഞ്ഞാൽ വേ ഓഫ് ലൈഫാണ്. ട്രാൻസ്ഫർമേഷൻ ഫ്രം വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ്. ഒരു ജനറേഷൻ മറ്റു ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഒരു വേ ഓഫ് ലൈഫിനെയാണ് കൾച്ചർ എന്ന് പറയുന്നത്. അത് മെറ്റീരിയൽ ആവാം, നോൺ മെറ്റീരിയൽ ആവാം. മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ. മെറ്റീരിയലും ഉണ്ട്, നോൺ മെറ്റീരിയലും ഉണ്ട്, രണ്ടും. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫുഡ്, ഡ്രസ് കോഡ്, പിന്നെ എക്യുപ്മെന്റ്സ്, സ്റ്റൈല്, ബിൽഡിംഗ് സ്ട്രക്ചർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇതെല്ലാമാണ് ഈ മെറ്റീരിയൽ ആയിട്ട് കാണാം. അതുപോലെ നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള ബിലീഫ്സ്, വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ്, അങ്ങനെയുള്ള റിലീജിയസ് ആയിട്ടുള്ള വിശ്വാസങ്ങൾ, ഇതൊക്കെ തന്നെ ഈ നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള പാരമ്പര്യങ്ങൾ, ഇതൊക്കെ തന്നെ നോൺ മെറ്റീരിയൽ. ഇതൊക്കെ ഒരു ജനറേഷൻ മറ്റൊരു ജനറേഷനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടും. ആ വേ ഓഫ് ലൈഫ് തുടരും. അതാണ് കൾച്ചർ എന്ന് പറയുന്നത്. കൾച്ചറൽ ലാഗ്. വില്യം എഫ് ഒബ്ഗോൺ, മറക്കരുത് പേര്, വില്യം എഫ് ഒബ്ഗോൺ ആണ് ഈ ഒരു വേർഡ് ലോഞ്ച് ചെയ്തത്. ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഡിഗ്രി, ഇത് ഉദ്ദേശിക്കുന്നത് ഡിഗ്രി ഓഫ് ചേഞ്ച് ഇൻ certain aspects of culture lags behind the other aspects of culture. ഒരു ലാഗ് ചെയ്യാണ്. അതായത് ഡിഗ്രി ഓഫ് ചേഞ്ച് ഇൻ സർട്ടൺ ആസ്പെക്ട്സ്. അതായത് ഈ ഒരു കൾച്ചറിൽ ഉണ്ടാകുന്ന മാറ്റത്തോടൊപ്പം എത്തിച്ചേരാൻ മറ്റൊരു കൾച്ചറിന്റെ ഒരു ഭാഗത്തിന് സാധിക്കുന്നില്ല. അതാണ് ലാഗ് ചെയ്യാൻ. മാസ് ഡിഫറൻസ് ബിറ്റ്വീൻ മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ ഈസ് നോൺ ഓഫ് കൾച്ചർ ലാഗ്. മെറ്റീരിയൽ ആവാം, മെറ്റീരിയലും നോൺ മെറ്റീരിയൽ കൾച്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഒരു ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ മെറ്റീരിയൽ ആണ്, മറ്റൊരു ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ നോൺ മെറ്റീരിയൽ ആണ്. ചില മെറ്റീരിയൽ കൾച്ചറിനോടൊപ്പം നോൺ മെറ്റീരിയൽ കൾച്ചറിന് ഓടി വെക്കാൻ സാധിക്കുന്നില്ല. ദ ഡിഗ്രി ടു വിച്ച് ദിസ് certain aspects of non-material culture lags behind the other aspect of material culture എന്ന് പറയുന്നത് ഈ കൾച്ചർ ലാഗിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പൊ ഈ ഒരു ലാഗിനെ ബ്രിഡ്ജ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ഈസ് ഓൺലി മീൻസ് ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ഓഫ് കൾച്ചറൽ ലാഗ്. കൾച്ചർ ലാഗിനെ ഈ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്നത്, യോജിപ്പിക്കുന്നത് വിദ്യാഭ്യാസമാണെന്നുള്ളത്. അപ്പം കൾച്ചർ ലാഗിനകത്ത് കണ്ടുകൂടെ കൊണ്ടാണ് എൻകൾട്രേഷൻ. എൻകൾട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കൾച്ചർ പാസ്ഡ് ഫ്രം വൺ ജനറേഷൻ ടു നെക്സ്റ്റ്. പാസ് ചെയ്യണം, ഒരു ജനറേഷൻ മറ്റൊരു ജനറേഷനിലേക്ക് പാസ് ചെയ്യും. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സോഷ്യലൈസേഷന്റെ ഭാഗമാണ്. എന്നാൽ കൾട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് അഡോപ്റ്റ് ചെയ്യാണ് വൺ കൾച്ചർ ഗ്രൂപ്പ്, മെമ്പേഴ്സ് ഓഫ് വൺ കൾച്ചർ ഗ്രൂപ്പ്, ബിലീഫ് ആൻഡ് വാല്യൂസ് ഓഫ് അനദർ കൾച്ചർ ഗ്രൂപ്പ്. ഇപ്പൊ കേരളീയൻ തമിഴ്നാട്ടിൽ പോയി താമസിച്ചാൽ അവൻ അവിടെ കൾച്ചറിനെ അക്കൾട്രേറ്റ് ചെയ്യാണ്. കാരണം അവന്റെ കൾച്ചറൽ അവിടെ ചെന്നിട്ട് ആ സമയ കൾച്ചറിനെ അക്കൾട്രേറ്റ് ചെയ്യാണ്, അഡാപ്റ്റ് ചെയ്യണം. അസിമിലേഷൻ എല്ലാം തരം ഡിക്കൾട്രേഷനും അസിമിലേഷനും അക്സെപ്റ്റൻസും എല്ലാം ഈ ഒരു അക്കൾട്രേഷന്റെ ഭാഗമാണ്. അവനത് സ്വീകരിക്കുകയാണ്. അവന്റെ കൾച്ചറിൽ നിന്ന് മറ്റൊരു കൾച്ചർ അവൻ അഡോപ്റ്റ് ചെയ്യണം. കൾച്ചർ നമ്മുടെ കൾച്ചർ ഇപ്പോൾ ഉപേക്ഷിച്ചപ്പോൾ ഉപേക്ഷിക്കാതെയാണ് എന്താകട്ടെ അവനെ അസിമിലേറ്റ് ചെയ്ത് ഇതിനെ ഇങ്ങോട്ട് അഡാപ്റ്റ് ചെയ്തെടുക്കണം. ആ കൾച്ചറായിട്ട് യോജിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യാൻ പറ്റുക. തമിഴ്നാട്ടിൽ ചെന്നാൽ അല്ലെങ്കിൽ കേരളത്തിലേക്ക് എത്തുന്ന തമിഴ്നാട്ടുകാരന് ഇവിടെയുള്ള കൾച്ചറായിട്ട് അവൻ അക്കൾട്രേറ്റ് ചെയ്യും. എൻകൾട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചർ മറ്റൊരു കൾച്ചറിലേക്ക് പാസ് ചെയ്യുന്നതാണ്. ഒരു കൾച്ചറിനുള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. കൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം, വിദ്യാഭ്യാസം സംബന്ധിച്ചിടത്തോളം ഈ കൾച്ചറിനെ കൺസർവ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. കൾച്ചർ ട്രാൻസ്മിഷനും കൾച്ചർ കൺസർവേഷനും കൾച്ചർ മെയിൻ്റെനൻസും കൾച്ചറൽ ചേഞ്ചിനും ഒക്കെയുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസമാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അടുത്ത മൾട്ടി കൾച്ചറിസം, ബഹുസ്വരത എന്ന് പറയുന്നത് മൾട്ടി കൾച്ചറലിസം. ഒരു സോഷ്യോളജിക്കൽ ടേമാണ് മൾട്ടി കൾച്ചറലിസം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയസ് എത്നിക് ഗ്രൂപ്പ്സ് കൊളാബറേറ്റ് ആൻഡ് എൻ്റർ ഇൻ എ ഡയലോഗ് വിത്ത് വൺ അനദർ. വേരിയസ് എത്നിക് ഗ്രൂപ്പ്സ്, പല എത്നിക് ഗ്രൂപ്പ്സ് ആർ കൊളാബറേറ്റ് ആൻഡ്
enter into a dialogue with one another without having to sacrifice their identity. അതായത് രണ്ടോ മൂന്നോ എത്നിക് ഗ്രൂപ്പുകൾ കൾച്ചറുകൾ സംയോജിക്കുകയാണ്, ഡയലോഗ് ചെയ്യാണ്. അവരുടെ കൾച്ചറിനെ അവർ വിട്ട് കളയാതെ തന്നെ മറ്റൊരു കൾച്ചറുമായിട്ട് ഒരു സംവാദം നടത്തുകയാണ്. അതാണ് എത്നിസിറ്റി അല്ലെങ്കിൽ ബഹുസ്വരത എന്ന് പറയും. ബഹുസ്വരത എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന മറ്റൊരു വേർഡാണ്. വേരിയസ് എത്നിക് ഗ്രൂപ്പ്സ് collaborate and enter into a dialogue with one another without having to sacrifice their ഐഡന്റിറ്റി. ഇന്ത്യ ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റി ആണെന്ന് പറയാൻ കാരണം എന്താണ്? ഇന്ത്യയിലുള്ള എല്ലാവരും അവരവരുടെ സംസ്കാരം ആവിഷ്കരിക്കാനും പ്രാക്ടീസ് ചെയ്യാനും കൺസേർവ് ചെയ്യാനും പറ്റുകയും എന്നാൽ മറ്റൊരു സംസ്കാരത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതാണ് മൾട്ടി കൾച്ചറിസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മൾട്ടികൾച്ചറിസം ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് സാലഡ് പോലെയാണ്. അതായത് എല്ലാത്തിന്റെ ഐറ്റംസും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. സാലഡിനകത്ത് പല പച്ചക്കറികളുടെ ഐറ്റംസ് നമുക്ക് കാണാൻ സാധിക്കും. അരയ്ക്കുന്നില്ല, അരച്ച് ചമ്മന്തി അരയ്ക്കുന്നവരെ അരച്ച് ചേർത്താൽ നമുക്ക് അതിനകത്ത് ഏതൊക്കെ കൾച്ചർ ഉൾപ്പെട്ടെന്ന് നമുക്ക് അറിയാൻ കഴിയും. എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെന്ന് അറിയാൻ കഴിയില്ല. ഇൻഗ്രീഡിയന്റ് പൊട്ട എഴുതി വെക്കാൻ കഴിയില്ല. എന്നാൽ ഒരു സാലഡിനകത്ത് നമുക്കിത് കണ്ടാൽ മനസ്സിലാവും. ഇത് വെള്ളരിക്ക, ഇത് കത്തിരിക്ക, ഇത് ഉള്ളി, ഇത് കുക്കുംബർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാത്ത പക്ഷം അതൊരു ഒരു ചമ്മന്തി പോലെയാണെങ്കിൽ നമുക്ക് ഈ മൾട്ടി കൾച്ചർ എന്ന് പറയാൻ പറ്റില്ല. സോഷ്യൽ കൺട്രോൾ അടുത്തത് മെയിൻ്റനൻസ് ഓഫ് ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി ഇൻ സൊസൈറ്റി. അത് ഫോർമൽ ആവാം, ഇൻഫോർമൽ ആവാം. മെയിൻ്റനൻസ് ഓഫ് ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി ഇൻ സൊസൈറ്റി. ഫോർമൽ, ഇൻഫോർമൽ ആവാം. ഫോർമൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചില കൾച്ചർ, ചില വാല്യൂസ്, ചില ബിലീഫ്സ്, റിലീജിയസ് കസ്റ്റംസ്, പ്രാക്ടീസസ്, ഐഡിയോളജീസ്, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ ഇൻഫോർമൽ ആണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. ഫോർമൽ എന്ന് പറയുമ്പോഴത്തേന് നമുക്കറിയാം ലോ ഉണ്ട്, ഗവൺമെന്റ് പോളിസീസ് ഉണ്ട്, കോയേഷൻ ഉണ്ട്, പിന്നെ എഡ്യൂക്കേഷൻ ഉണ്ട്, മീഡിയാസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് റൂൾസ്, പ്രൊസീജിയേഴ്സ്, റിട്ടൺ ലോ, ഇതൊക്കെ പോലീസാണ് കൊഹേഷൻ, അതൊക്കെ ഉപയോഗിച്ച് ഈ പറയുന്ന കൺട്രോൾ സാധ്യമാണ്. എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ്. നാഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവിങ് ദ സോഷ്യൽ വെൽഫെയർ ഓഫ് എ കൺട്രി. അത് രാജ്യത്തെ ജനങ്ങളുടെ സോഷ്യൽ വെൽഫെയർ ഇംപ്രൂവ് ചെയ്യുന്നതാണ് നാഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് ഇൻഫ്രാസ്ട്രക്ചർ കൊടുത്തുകൊണ്ട്, പിന്നെ എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട്, പോർട്ടബിൾ വാട്ടർ കൊടുത്തുകൊണ്ട്, ഹെൽത്ത് കൊടുത്തുകൊണ്ടൊക്കെയാണ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇക്കണോമിക് ഡെവലപ്മെന്റ് റിയലിസം ഓഫ് ദ എക്കോണമി ഇൻക്രീസിങ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ആ പ്രോസസ്സാണ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. അതിനൊക്കെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കൂ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്ത മൂന്നാമത്തെ മൊഡ്യൂളിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ. ഡെമോക്രസി ആൻഡ് എഡ്യൂക്കേഷൻ. ഡെമോക്രസി ഈസ് ടു അച്ചീവ് സോഷ്യൽ കൺട്രോൾ, സോഷ്യൽ മൊബിലിറ്റി, സ്റ്റെബിലിറ്റി, സോഷ്യൽ പ്രോഗ്രാം. സോഷ്യലിസം, ഡെമോക്രസി, ഇന്റർനാഷണലിസം, സെക്കുലറിസം, ഇതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡെമോക്രസിയുടെ പ്രത്യേകത. സോഷ്യലിസം ഉണ്ടാവാം, ഡെമോക്രാറ്റിക് വാല്യൂസ് ഉണ്ടാവാം, ഇന്റർനാഷണലിസം ഉണ്ടാവാം, സെക്കുലറിസം, ഇതൊക്കെ ഇന്ത്യൻ ഡെമോക്രസിയുടെ പ്രത്യേകതയാണ്. സോഷ്യൽ കൺട്രോൾ ഉണ്ടാക്കാം. അതുപോലെ ഇക്വാലിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ഇക്വാലിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന 3 ആർട്ടിക്കിൾ പ്രകാരം ഇക്വാലിറ്റി ഇന്ത്യയിൽ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 21A, ആർട്ടിക്കിൾ 26(1), അതുപോലെ തന്നെ ആർട്ടിക്കിൾ 46. ഈ 3 കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഉപയോഗിച്ച് ഇക്വാലിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് ആർട്ടിക്കിൾ 21A എന്ന് പറയുമ്പോൾ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്നും നിർബന്ധമായിട്ടും കൊടുക്കണമെന്നുള്ളതാണ് ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് കൊണ്ടുവന്നുകൊണ്ടാണ് ഇത് സാധ്യമാക്കിയിട്ടുള്ളത്. ഇക്വാലിറ്റി, റിമൂവ് ഡിസ്ക്രിമിനേഷൻ, റൈറ്റ് ടു ലൈഫ്, ഇതൊക്കെ ഇക്വാലിറ്റി ഉണ്ട്. റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെ ഉണ്ട്. ജസ്റ്റിസ്, ലീഗൽ ടൈം, ഫെയർനെസ് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ്. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഫെയർനെസ് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ്. അതൊരു ലീഗൽ ടൈമാണ്. ലീഗൽ ഡയമെൻഷൻ, പൊളിറ്റിക്കൽ ഡയമെൻഷൻ, എക്കണോമിക് ഡയമെൻഷൻസ്, സോഷ്യൽ ഡയമെൻഷൻസ് ഓഫ് ജസ്റ്റിസ്. ലീഗൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡയമെൻഷൻസ് ഓഫ് ജസ്റ്റിസ്. ഇക്കാര്യങ്ങൾ ജസ്റ്റിസിനകത്ത് വരും. അത് കരിക്കുലമാണ്. ഈ കരിക്കുലം എന്ന് പറഞ്ഞാൽ സം ടോട്ടൽ ഓഫ് എക്സ്പീരിയൻസ് to which the learner is exposed. Some total of experience, which is exposed through a formal program.
അതായത് ടോട്ടൽ ഓഫ് എക്സ്പീരിയൻസ് ഇറ്റ് എക്സ്പോസ് ലേണർ എക്സ്പോസ് ടു വിച്ച് ലേണർ എക്സ്പോസ് ത്രൂ എ ഫോർമൽ പ്രോഗ്രാം. സം ടോട്ടൽ ഓഫ് എക്സ്പീരിയൻസ് ടു വിച്ച് ദ ലേണർ എക്സ്പോസ് ത്രൂ എ ഫോർമൽ പ്രോഗ്രാം. അതാണ് കരിക്കുലം എന്ന് പറയുന്നത്. കണ്ണിഹാം പറയുന്ന ഒരു കാര്യമുണ്ട് കരിക്കുലത്തെ പറ്റി. കരിക്കുലം ഈസ് എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് an artist to mold his material according to his ideals in his studio. അത് കരിക്കുലത്തെ പറ്റി അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഒരു ആർട്ടിസ്റ്റിനെ വിലയിട്ടുള്ളൂ. ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന അധ്യാപകനാണ്. മൗൾഡ് ഹിസ് മെറ്റീരിയൽ, ഇവിടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് വിദ്യാർത്ഥിയാണ്. അക്കോർഡിംഗ് ടു ഹിസ് ഐഡിയൽസ്, ഐഡിയൽ എന്ന് പറഞ്ഞാൽ ഇത് ഒബ്ജക്റ്റീവ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്. ഇൻ ഹിസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ സ്കൂളാണ്. അതാണ് പിന്നെ അദ്ദേഹത്തിന്റെ ഈ കരിക്കുലത്തെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ നിർവചനം, കണ്ണിഹാമിന്റെ നിർവചനം. കരിക്കുലത്തിന്റെ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഫിലോസഫി ഓഫ് സൊസൈറ്റി ഡിറ്റർമൈൻസ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് എഡ്യൂക്കേഷൻ. ഫിലോസഫി ഓഫ് സൊസൈറ്റി determines ultimate aim of learning. Accordingly, the curriculum should be framed. Sociological foundation എന്ന് പറയുമ്പോൾ നീഡ്, ആസ്പിറേഷൻ, റിക്വയർമെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ടു വിച്ച് എഡ്യൂക്കേഷൻ ഈസ് അസൈൻഡ്. ഏത് കമ്മ്യൂണിറ്റിയുടെ നീഡ്, ആസ്പിറേഷൻസ് ഒക്കെ അത് വരും. കരിക്കുലത്തിന്റെ ടൈപ്സ് ഒരു 11 ടൈപ്സ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഇങ്ങനെ പഠിക്കാം. CCTV ഓണാക്കിയ ടീച്ചർ ഹിഡൻ ക്യാമറയിലുള്ള ആക്ടിവിറ്റി കണ്ട് ട്രിപ്പിൾ എസ് CR അങ്ങനെ വേണേൽ പഠിക്കണ്ട. എങ്ങനെ പറഞ്ഞു? കോർ കരിക്കുലം എന്ന് പറയുന്നത് കോമൺ സബ്ജക്റ്റുകൾ എല്ലാം വരുന്നു. ഒന്നാമത് കോമ്പറ്റൻസി ബേസ്ഡ്, മീറ്റിംഗ് ഡെയിലി നീഡ്സ് ആൻഡ് ലേണിംഗ്സ്, ഡെയിലി ലേണിംഗ്സിന് വേണ്ടിയിട്ടുള്ള കഴിവുകൾ ആർജിക്കുന്ന രീതിയിലുള്ള കരിക്കുലം. ടീച്ചർ സെന്റേഡ്, ടീച്ചർക്കാണ് പ്രധാനം, ടീച്ചറാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ലേണർ സെന്റേഡ്, ഇവിടെ ലേണർക്കാണ് പ്രധാനം, ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്. ഹിഡൻ കരിക്കുലത്തിനകത്ത് എവറിത്തിങ് ഗോസ് ഓൺ സ്കൂൾ ദാറ്റ് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ കരിക്കുലം. കരിക്കുലത്തിനകത്ത് മെൻഷൻ ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഹിഡൻ കരിക്കുലത്തിനാണെന്ന് പറയുന്നുണ്ട്. കരിക്കുലത്തിനകത്ത് മെൻഷൻ ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും. ആക്ടിവിറ്റി സെന്റേഡ് കരിക്കുലം എന്ന് പറഞ്ഞാൽ നീഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റുഡൻസ്, ലേണിംഗ് ബൈ ഡൂയിങ്, പ്രോബ്ലം സോൾവിങ്. ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത് ഈ ആക്ടിവിറ്റി ബേസ്ഡ് കരിക്കുലത്തിന്റെ, ആക്ടിവിറ്റി സെന്റേഡ് കരിക്കുലത്തിന്റെ പ്രത്യേകതയാണ്. സബ്ജക്ട് സെന്റേഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ടു സബ്ജക്ട്, നോട്ട് ആക്ടിവിറ്റി. ആക്ടിവിറ്റിക്ക് പ്രാധാന്യമില്ല, സബ്ജക്റ്റിനാണ് പറയുന്നത്. സ്പൈറൽ കരിക്കുലം എന്ന് പറഞ്ഞാൽ സെയിം ടോപ്പിക് ഈസ് റിപ്പീറ്റഡ് ത്രൂ ഔട്ട് ദ സ്കൂൾ കരിയർ. അവരുടെ 3-ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ 4-ാം ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യും, 5-ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ 8-ാം ക്ലാസ്സിൽ വരുന്നുണ്ട്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സ്പൈറൽ കരിക്കുലത്തിനാണ്. സൊസൈറ്റി കരിക്കുലം, ഇൻഫോർമൽ കരിക്കുലം, സൊസൈറ്റി കൊടുക്കുന്ന കരിക്കുലം, വീട്ടിൽ നിന്നത് പഠിക്കുന്ന കാര്യം. അതുപോലെ കോൺസെൻട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ നോളജ് ഈസ് വൈഡൻ സ്ലോലി ആൻഡ് സ്റ്റഡി. നോളജിനെ പതുക്കെ വ്യാപിപ്പിച്ചുകൊണ്ടിരുന്ന ചെറിയ നോളജിന് പിന്നെ വലുതാക്കി കോൺസെൻട്രേറ്റീവ് കരിക്കുലം. റിട്ടോറിക്കൽ എന്ന് പറഞ്ഞാൽ ഐഡിയ എല്ലാം കൊണ്ടുവരുന്ന പോളിസി മേക്കർ, പൊളിറ്റീഷ്യൻസ്, സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ സ്കൂളുമായി ബന്ധമില്ലാത്ത ചില സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൊണ്ടുവരുന്ന കരിക്കുലമാണ് റിട്ടോറിക്കൽ കരിക്കുലം. ഇത്തരം കരിക്കുലങ്ങളാണ് നമ്മുടെ ഉള്ളത്. അങ്ങനെ 5 തരത്തിലുള്ള കരിക്കുലം: കോർ കരിക്കുലം, കോമ്പറ്റൻസി ബേസ്ഡ്, ടീച്ചർ സെന്റേഡ്, ലേണർ സെന്റേഡ്, ഹിഡൻ കരിക്കുലം, ആക്ടിവിറ്റി സെന്റേഡ്, സബ്ജക്ട് സെന്റേഡ്, സ്പൈറൽ, സൊസൈറ്റിക്കൽ, കോൺസെൻട്രേറ്റീവ്, റിട്ടോറിക്കൽ എന്ന് പറയുന്ന കരിക്കുലം. ട്രെൻഡ് ഇൻ കരിക്കുലം ഡെവലപ്മെന്റ്. കരിക്കുലം ഡെവലപ്മെന്റ് ഒന്നിത് യങ് പീപ്പിളിനെ ഉദ്ദേശിച്ചുള്ളതാണ്, കുട്ടികളൊക്കെ ഉദ്ദേശിച്ചുള്ളതാണ്. രണ്ടാമത് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ഫ്യൂച്ചറിസ്റ്റിക്, അതൊരു ഭാവി മുൻനിർത്തിയുള്ളതായിരിക്കണം. ടീച്ചിങ് ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. അതുപോലെ മെത്തേഡ് ഓഫ് ടീച്ചിങ്, ടെസ്റ്റിംഗ്, ഇവാലുവേഷൻ, ഫീഡ്ബാക്ക് ഒക്കെ ആ കരിക്കുലത്തിന് ഉണ്ടായിരിക്കണം എന്നുള്ളത്. കരിക്കുലം ഡെവലപ്മെന്റിന്റെ ഇഷ്യൂസ് പ്രധാനമായിട്ടും പ്ലാനിങ്, വാലിഡേഷൻ, ഫീൽഡ് ടെസ്റ്റിംഗ് ആൻഡ് മോണിറ്ററിങ്. പ്ലാനിങ്, വാലിഡേഷൻ, ഫീൽഡ് ടെസ്റ്റിംഗ് ആൻഡ് മോണിറ്ററിംഗ് ആണ്. കരിക്കുലം ഫോർ ജനറേറ്റിംഗ് നോളജ്. ഈ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം സോർട്ട് ഓഫ് ഇൻഫർമേഷൻ, ഫാക്ട്സ്, സ്കിൽസ് അക്വയർഡ് ബൈ ഇൻഡിവിജ്വൽ ത്രൂ എക്സ്പീരിയൻസ് ഓർ എഡ്യൂക്കേഷൻ. അങ്ങനെയാണ് നോളജ് എന്ന് പറയുന്നത്. ഫാക്ട്സ്, ഇൻഫർമേഷൻസ്, സ്കില്ല് acquired by individual through experience or education വഴി കിട്ടുന്ന അതാണ് ഈ നോളജ് എന്ന് പറയുന്നത്. ഇനി 1986 നാഷണൽ
പോളിസി ഓഫ് എഡ്യൂക്കേഷൻ്റെ പ്രത്യേകതകളാണ്. ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത പറഞ്ഞാൽ ബേസ്ഡ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമായിട്ടുള്ളതാണ്. 10+2+3 കോമൺ സ്ട്രക്ചർ, അതിൻ്റെ കോമൺ സ്ട്രക്ചർ വരുന്നുണ്ട്. അതിൻ്റെ 10+2+3 എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. 2005 നമ്മൾ പഠിച്ചവരൊക്കെ ഇതിനകത്ത് പഠിച്ചിരിക്കും. നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഇക്വാലിറ്റി ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി, അതുപോലൊക്കെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെന്റ് പ്രൈമറി സ്കൂൾ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അതുപോലെ തന്നെ 3 ലാംഗ്വേജ് ഫോർമുല, അതായത് പ്രാദേശിക ഭാഷ മദർ ടങ്ക്, ഇംഗ്ലീഷ്, പിന്നെ ദേശീയ ഭാഷയായ ഹിന്ദി. ഇതാണ് 3 ലാംഗ്വേജ് ഫോർമുല. നിർബന്ധമായിട്ട് സ്കൂളിൽ പഠിപ്പിച്ചിരിക്കണം എന്നുള്ളതാണ്. അത് മിനിമം ലെവൽ ഓഫ് ലേണിംഗ്, അത് മിനിമം ലെവൽ ഓഫ് ലേണിംഗ് അത് പഠിച്ചിരിക്കണം. അതുതന്നെ ECC, ഏർലി ചൈൽഡ്ഹുഡ് കെയർ എഡ്യൂക്കേഷൻ അതിനകത്ത് വരുന്നുണ്ട്. നവോദയ വിദ്യാലയം, അതായത് ഈ ഡിസ്റ്റന്റ് റൂറൽ ആയിട്ടുള്ള ഏരിയയിലെ ഗിഫ്റ്റഡ് ആയ ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള സ്കൂളുകളാണ് ഈ നവോദയ സ്കൂളുകൾ. ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോത്സാഹിപ്പിച്ചു. ഡ്യൂറിംഗ് ഇൻ ഡിഗ്രി എഡ്യൂക്കേഷൻ ഫ്രം ജോബ്. ഈ ഓപ്പൺ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും ഡീലിംഗ് ഇൻ ഡിഗ്രി വിദ്യാഭ്യാസം പാർട്ട് ടൈം ഒന്നും അല്ല, സാധാരണ വിദ്യാഭ്യാസം ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് വന്നു. നവോദയ സ്കൂളുകൾ വന്നു, ACCA വന്നു, 3 ലാംഗ്വേജ് ഫോർമുല, മിനിമം ലെവൽ ഓഫ് ലേണിംഗ് പ്രധാനമാണ്. അല്ലെങ്കിൽ തോക്കും. മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ മിനിമം ലെവലിൽ പഠിച്ചില്ലെങ്കിൽ ആ കുട്ടി ഇങ്ങനെ വിജയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് അല്ല ക്വാളിറ്റി, വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി കൂട്ടുക പ്രൈമറി എഡ്യൂക്കേഷന്റെ. പിന്നെ എഡ്യൂക്കേഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് 10+2+3 ഇതൊക്കെ. നാഷണൽ പ്രോഗ്രാം ഓഫ് എഡ്യൂക്കേഷൻ 1986 പ്രത്യേകത. അതിനെ പരിഷ്കരിച്ചതാണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005. ഇതിന്റെ പ്രത്യേകത ഒന്ന് മൾട്ടി ലിംഗ്വിസിസം, ബഹുഭാഷ വിദ്യാഭ്യാസമാണ്. ബഹുഭാഷ, പല ഭാഷകളിൽ വിദ്യാഭ്യാസം, അതായത് പല ഇന്ത്യയിൽ ഒരുപാട് ഭാഷകൾ, ഭാഷകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാം. NCERT റിവൈസ്ഡ് NCE. പ്രൊഫസർ യശ്പാലാണ് ഇത് റീഫോർമേഷനൊക്കെ കൊണ്ടുവന്നത്. സെൻട്രൽ അഡ്വൈസറി ബോർഡ് രൂപീകരിച്ചു. ഇതിന്റെ പ്രധാന പ്രത്യേകത, NCFന്റെ പ്രധാന പ്രത്യേകത വർക്ക് ലോഡ് കുറയ്ക്കുക, കുട്ടികളുടെ ലോഡ് കുറയ്ക്കുക, സിലബസ് ലോഡ് കുറയ്ക്കുക, അത് ഇക്വാലിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടുവരിക, നോളജ് ഔട്ട്സൈഡ് സ്കൂളിന്റെ പുറത്തുനിന്ന് പഠിക്കുക, കൺസ്ട്രക്റ്റിംഗ് നോളജ്, ടെക്സ്റ്റ് ബുക്കിനെ വെളിയിലേക്ക് പഠിക്കാൻ പോവുക, കുട്ടികളെ ആക്റ്റീവ് ലേണർ ആക്കി മാറ്റുക. 3 ലാംഗ്വേജ് ഫോർമുല ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മദർ ടങ്കിലുള്ള പഠനം പ്രോത്സാഹിപ്പിക്കുക, സ്കിൽ ഫോക്കസ് ആയിട്ടുള്ള പഠനം, ഇതൊക്കെയാണ് ഈ NCF 2005 പ്രത്യേകത. അങ്ങനെ നമ്മൾ എഡ്യൂക്കേഷണൽ തോട്ട് ആൻഡ് പ്രാക്ടീസും 1 മണിക്കൂർ കൃത്യം കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ 7 മിനിറ്റ് കൊണ്ട് നമ്മൾ തീർത്തിരിക്കുകയാണ്. ഈ 1 മണിക്കൂറിനടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താണ്, ഈ 2ാമത്തെ സബ്ജക്റ്റ് തീർത്തിരിക്കുകയാണ്. അടുത്തത് നമ്മൾ കൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് സ്കൂളിലേക്ക് പോവുകയാണ്. ഇൻക്ലൂസീവ് സ്കൂളിലൂടെ നമ്മൾ പഠിക്കുകയാണ്. 3ാമത്തെ സബ്ജക്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. 1 മണിക്കൂർ കൊണ്ട് 2 സബ്ജക്റ്റാണ് കഴിഞ്ഞത്. ഇത് ഇൻക്ലൂസീവ് സ്കൂൾ ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് ഇൻക്ലൂസീവ് സ്കൂളിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു നോക്കാം. ഏർലിയർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റി തോട്ട് സെപ്പറേറ്റ്ലി. പണ്ട് ഡിസബിലിറ്റി കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിച്ചത്? സെപ്പറേറ്റ് ആയിട്ടാണ് പഠിപ്പിച്ചത്, അല്ലേ? നൗ ദേ ആർ തോട്ട് ബിസൈഡ് അതർ സ്റ്റുഡൻസ് ഇൻ ഇൻക്ലൂസീവ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം. ഇൻക്ലൂസീവ് ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ ആ കുട്ടികളെ മറ്റുള്ള കുട്ടികളുടെ കൂടെ തന്നെ പഠിപ്പിക്കുന്നു. യുനിസെഫ് പറഞ്ഞിരിക്കുന്നത് IEDC സ്കീം ഹാസ് ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ. 2003 തന്നെ ഇന്ത്യയിൽ ഡിസേബിൾഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കീം ആരംഭിച്ചിട്ടുണ്ട്. ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ DPI ആണ് ഇതിനകത്തുള്ള ഇതിന്റെ കോർഡിനേഷൻ നടത്തുന്നത്. ഫങ്ഷൻ ആസ് എ ഏജന്റ്, അതിൻ്റെ ഏജന്റായിട്ട് ലുക്കിംഗ് ആഫ്റ്റർ ചൈൽഡ് വിത്ത് സ്പെഷ്യൽ നീഡിന്റെ എല്ലാ കാര്യങ്ങളും ലുക്കിംഗ് ആഫ്റ്റർ ചെയ്യുന്ന ആൾ ഈ DPI, തിരുവനന്തപുരത്തുള്ള ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ ആണ് ചെയ്യുന്നത്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഉണ്ട്, SSA, റിഹാബിലിറ്റേഷൻ, ഇതൊക്കെ ആണ് ഇതിന്റെ ചരിത്രപരമായ യൂസുകൾ. അതായത് നോൺ ഡിസേബിൾഡ് കുട്ടികളുടെ കൂടെ ഡിസേബിൾഡ് കുട്ടികളെ പഠിപ്പിക്കുന്നു. അതാണ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഇതിന്റെ കൺസെപ്റ്റ് അണ്ടർ ഇൻക്ലൂസീവ് സ്കൂൾ, students with a special need spend most of the time with non-disabled students. Inclusive setup അതായത് child with special needs are spending most of the time with non-disabled students in a regular school. അതാണ് അതിനകത്തുള്ള കൺസെപ്റ്റ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ് സ്കൂളിൻ്റെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഡിഫറൻസസ് ആർ വാല്യൂഡ് ആൻഡ് ഫോക്കസ് ഓൺ സിമിലാരിറ്റീസ്. കൂടുതലും സിമിലാരിറ്റീസ്, ചില സാമ്യങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഡിഫറൻസസ് ഉണ്ടാവും, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യാണ്. അതിനെ, ആ ഡിഫറൻസിനെ നമ്മൾ സാമ്യങ്ങളെയാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ഇൻക്ലൂസീവ് സ്കൂൾ: നോ ഡിസ്ക്രിമിനേഷൻ. ഒന്നാമത് ഒരു വിവേചനം ഉണ്ടാവില്ല. ഈക്വൽ എഡ്യൂക്കേഷൻ ഒപ്പിച്ചുകൊണ്ട് തുല്യ വിദ്യാഭ്യാസ അവകാശം. സ്കൂൾ അഡാപ്റ്റ്സ് ടു ദ നീഡ് ഓഫ് സ്റ്റുഡൻറ്റ്. അതായത് സ്കൂളാണ് കുട്ടികളുടെ ആവശ്യമനുസരിച്ച് മാറേണ്ടത്. ഈക്വൽ എഡ്യൂക്കേഷൻ ഫോർ ബെനിഫിറ്റ് ഫോർ ഓൾ. ഈക്വൽ എഡ്യൂക്കേഷൻ ബെനിഫിറ്റ് ഫോർ ഓൾ. Individual difference is what you called അതൊരു richness. Individual difference is richness. Diversity is not a problem. അതൊക്കെയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്, എല്ലാവർക്കും എഡ്യൂക്കേഷൻ ബെനിഫിറ്റ്സ് കിട്ടുന്നു, ഈ ഈക്വൽ ഡിസ്ക്രിമിനേഷൻ ഇല്ല, അങ്ങനെയുള്ളതൊക്കെയാണ് അതിനകത്ത് പ്രത്യേകത. അണ്ടർസ്റ്റാൻഡിങ് ദ ഡിഫറൻസ്. എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ഡിഫറൻസ്? ഈ ഡിഫറൻസ് മനസ്സിലാക്കുമ്പോൾ ആദ്യത്തെ ഡിഫറൻസ്, ഇൻക്ലൂസീവ് സ്കൂളിനകത്തുള്ള 3 വകഭേദങ്ങളും പഠിക്കാം. ഒന്ന് സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷൻ. സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നും അല്ല, അത് സ്പെഷ്യൽ സ്കൂളുകളാണ്, ക്രിയേറ്റഡ് സ്പെസിഫിക്കലി ഫോർ എഡ്യൂക്കേഷൻ ഓഫ് സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ്. ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമായി സൃഷ്ടിക്കപ്പെട്ട സ്കൂളുകളാണ് സെഗ്രിഗേറ്റഡ് സ്കൂൾ. ഒരു വട്ടം വെച്ചിട്ട് നമുക്ക് അതിനകത്ത് ഒരു ചിത്രം വെച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു ഡയഗ്രം വരയ്ക്കുക, അതിനകത്ത് നമുക്ക് ഇൻക്ലൂസീവ് സ്കൂളിനെ ഇവിടെ എടുക്കുക, അതിനെ ഇൻക്ലൂസീവ് സ്കൂൾ അല്ല, ഇവിടെ വരുമ്പോൾ ഈ റെഗുലർ സ്കൂളിന്റെ വെളിയിലായിട്ടൊരു സ്കൂൾ ഉണ്ടാവും. ആ സ്കൂളാണ് ഡിസബിലിറ്റി കുട്ടികൾക്കുള്ള സ്കൂൾ, അതിനെ സ്പെഷ്യൽ സ്കൂൾ എന്നാണ്. അതിനാണ് സെഗ്രിഗേറ്റഡ് എഡ്യൂക്കേഷൻ. എന്നാൽ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ സിമിലർ ടു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ബട്ട് ഇന്റഗ്രേറ്റ് മീൻസ് ഡിസേബിൾഡ് ചിൽഡ്രൻ ഓർ ചിൽഡ്രൻ വിത്ത് ലേണിംഗ് ഡിസബിലിറ്റീസ് അറ്റൻഡിങ് ദ മെയിൻ സ്ട്രീം സ്കൂൾ. റെഗുലർ സ്കൂളിൽ അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ബട്ട് ഓഫൻ തോട്ട് ഇൻ എ സെപ്പറേറ്റ് ക്ലാസ് റൂം. അവരെ മെയിൻ സ്കൂളിലേക്കാണ് അവരെ കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ഡിസേബിൾഡ് കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂം വേറെ ആയിരിക്കും. അങ്ങനെ മെയിൻ സ്ട്രീം സ്കൂളിനുള്ളിൽ തന്നെ സെപ്പറേറ്റ് ക്ലാസ് റൂം വയ്ക്കുന്നതാണ് അവർ ഇതിനോട് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇൻക്ലൂസീവ് സെറ്റപ്പിലേക്ക് വരുമ്പോൾ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ചിൽഡ്രൻ regardless of their ability level are included in the mainstream classroom. എല്ലാ കുട്ടികളെയും, അവർ ഏത് ഡിസേബിൾ ആയിക്കോട്ടെ നോൺ ഡിസേബിൾഡ് ആയിക്കോട്ടെ, എല്ലാവരും ഒരു ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കുന്നു. അവരുടെ ഡിസബിലിറ്റി ലെവൽ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നതേ ഇല്ല. അതിനാണ് ഇൻക്ലൂസീവ് സ്കൂൾ എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് ഹാവ് ഓൾ എബിലിറ്റി ലെവൽ തോട്ട് ഈക്വലി. എല്ലാ എബിലിറ്റിയുള്ള കുട്ടികളും ഒരേപോലെ പഠിപ്പിക്കപ്പെടുന്നു. ടീച്ചേഴ്സ് മസ്റ്റ് ബി അഡ്ജസ്റ്റ്. ടീച്ചേഴ്സാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അവരാണ് ഈ ലെവൽ ഓഫ് ഡിഫറൻസ് മനസ്സിലാക്കി ആ കുട്ടികളുടെ രീതിയിലുള്ള ടീച്ചിങ് മെത്തഡോളജി മാറ്റി, ഒരു കരിക്കുലം നമുക്ക് മാറ്റി പഠിപ്പിക്കാനാണ്. ഇൻക്ലൂസീവ് സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും ഒരേ ക്ലാസ് റൂമിൽ ഇരുന്ന് ഒരേ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. മെയിൻ സ്ട്രീമിംഗ് ഇറ്റ് ഈസ് എൻ എഡ്യൂക്കേഷണൽ മെത്തേഡ്. Mainstreaming is an educational method include different kinds of learners in the same classroom. എല്ലാ കുട്ടികളെയും ഒരേ ക്ലാസ് റൂമിൽ ഉൾപ്പെടുത്തുന്ന ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലേണേഴ്സ്, ഹൈ ലെവൽ ലേണേഴ്സ്, ലോ ലെവൽ ലേണേഴ്സ് എല്ലാവരും ഒരു ക്ലാസ് റൂമിൽ ഉൾപ്പെടുത്തുക. അങ്ങനെയുള്ളൊരു എഡ്യൂക്കേഷൻ മെത്തേഡാണിത്. ഈ സെപ്പറേറ്റിംഗ് സ്റ്റുഡൻസ് അക്കോർഡിംഗ് ടു ദ ലെവൽ ഓഫ് എബിലിറ്റീസ് നോട്ട് അലൗഡ്. അങ്ങനെ ഒരു അതായത് ഈ കുട്ടികൾ എല്ലാ ലെവൽ ലേണിംഗ് എബിലിറ്റീസുള്ള കുട്ടികളെ ഒരു മെയിൻ ക്ലാസ് റൂം ഉൾപ്പെടുത്തുമ്പോൾ മറ്റ് ഡിസബിലിറ്റിയുടെ ലെവൽ അനുസരിച്ച് കുട്ടികൾ സെപ്പറേറ്റ് പരിപാടി ഇല്ല. ക്ലാസ് റൂം എക്സ്പീരിയൻസ് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ സോഷ്യലൈസേഷൻ ഈ ഒരു എഡ്യൂക്കേഷൻ മെത്തേഡിന്റെ പ്രത്യേകത. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ലേണിംഗ് എബിലിറ്റീസ് റിഗാർഡിംഗ് they are being included in mainstream school. Instead of separate classroom is allotted for disabled students അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റീസ് സ്റ്റുഡൻസിനെ കൊടുക്കുക എന്നുള്ളത് മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരും ഒരു ക്ലാസ് റൂമിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് മെയിൻസ്ട്രീമിംഗ് എന്ന് പറയുന്നത്. ഹിസ്റ്ററി ഓഫ് സ്പെഷ്യൽ സ്കൂൾസ് പോളിസി ആൻഡ് ഇൻക്ലൂഷൻ ഇൻ ഇന്ത്യ.
ഈ സ്പെഷ്യൽ സ്കൂൾ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് പിള്ളേർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഭാഗമായിട്ട് എഡ്യൂക്കേഷൻ ഈസ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ 6-14 വയസ്സിൽ കൊടുക്കുക. അത് ഒന്നാമത്തേത്. പിന്നെ കോത്താരി കമ്മീഷൻ 1964-66 അദ്ദേഹത്തിന്റെ കമ്മീഷനിലാണ് ഈ ഇൻക്ലൂസീവ് സ്കൂളിന്റെ പറ്റിയും എഡ്യൂക്കേഷൻ പോളിസി ഫോർ ഡിസേബിൾഡ് ചൈൽഡിനെ പറ്റിയൊക്കെ പറഞ്ഞു തുടങ്ങുന്നത്. അങ്ങനെ 1986 ഉള്ള നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷനകത്ത് സ്പെഷ്യൽ സ്കൂള് വിത്ത് ഹോസ്റ്റൽ സ്ഥാപിക്കാൻ പറയുന്നുണ്ട്. പിന്നെ വെക്കേഷൻ ട്രെയിനിങ് ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ എന്ന് പറയുന്നുണ്ട്. ഇതാണ് എൻ്റെ ഒരു ചരിത്രം. ആ ഒരു ചരിത്രത്തിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഇംഗ്ലീഷ് സ്കൂളുകളിലൊക്കെ വളർച്ചയും അതിൻ്റെയൊക്കെ പരിണാമവും അതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ ഫങ്ഷനിങ്ങും വന്നിട്ടുള്ളത്. അടുത്ത ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ. ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് IADC എന്ന 1982 കോമൺ സ്കൂൾ റീറ്റൻഷൻ. അതിനുശേഷം പ്ലാൻ ഓഫ് ആക്ഷൻ 1992. ഈ 1992 പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ചൈൽഡ് വിത്ത് ഡിസബിലിറ്റി ജനറൽ സ്കൂളിൽ പഠിക്കാൻ കഴിയുന്ന കുട്ടികളെ ജനറൽ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം. അതാണ് പ്ലാൻ ഓഫ് ആക്ഷൻ. ചൈൽഡ് വിത്ത് ഡിസബിലിറ്റി കുട്ടികളിൽ ജനറൽ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുന്ന കുട്ടികളെ ജനറൽ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം. അതാണ് ഒന്നാമത്തെ ആശയം. അവരെ സ്പെഷ്യൽ സ്കൂളിലല്ല കൊണ്ടുപോകുന്നത്. സ്പെഷ്യൽ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്ത കുട്ടികൾ ഒരു ഘട്ടത്തിൽ അവർ certain സ്കില്ലുകൾ ആർജിച്ച് കഴിയുമ്പോൾ ജനറൽ സ്കൂളിലേക്ക് മാറ്റണം. അതായത് ജനറൽ സ്കൂളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്ലാൻ ഓഫ് ആക്ഷൻ. എല്ലാ കുട്ടികളും ജനറൽ സ്കൂളിൽ പഠിക്കണമെന്നുള്ളതാണ് പ്ലാൻ ഓഫ് ആക്ഷൻ്റെ ലക്ഷ്യം. അങ്ങനെ ചില സ്പെഷ്യൽ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്ത കുട്ടികൾ certain സ്കില്ലുകൾ അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ ആ കുട്ടിയെ ജനറൽ സ്കൂളിലേക്ക് മാറ്റണം എന്നുള്ളതാണ് പ്ലാൻ ഓഫ് ആക്ഷൻ്റെ ഒരു ഉദ്ദേശം. അതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് എ നീഡ് ഫോർ അവർ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ 2012 അലൗ സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് പർസ്യൂ മെയിൻ സ്ട്രീം എഡ്യൂക്കേഷൻ. 2012 നടന്നിട്ടുള്ള വിദ്യാഭ്യാസ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിനകത്ത് സ്പെഷ്യൽ സ്കൂളിലുള്ള കുട്ടികൾക്ക് ജനറൽ സ്കൂളിൽ പഠിക്കാനുള്ള അവകാശമുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓൾ സ്റ്റുഡൻസ് റിഗാർഡ്ലെസ് ഓഫ് ദർ ഇമ്പയർമെന്റ് അവരുടെ വൈകല്യങ്ങൾ കണക്കെടുക്കാതെ സ്കൂൾ ബി എഡ്യൂക്കേറ്റഡ് ഇൻ എ മെയിൻ സ്ട്രീം സ്കൂൾ. അത് 2000 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2012 പറയുന്ന ഒരു കാര്യമാണ്. അവരുടെ ഇമ്പയർമെന്റ് കണക്കെടുക്കാതെ ആവശ്യത്തിനുള്ള റാമ്പുകൾ, ഡിസേബിൾഡ് ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ ഇതൊക്കെ സ്ഥാപിക്കുക എന്നുള്ളതും അതിനകത്ത് വരുന്നുണ്ട്. സ്കൂൾ ഷുഡ് ബി ഓഡിറ്റഡ് ആൻഡ് സർട്ടിഫൈഡ്. എല്ലാ സ്കൂളുകളും ഓഡിറ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്തിരിക്കണം. ഇതാണ് ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ നിയമം മൂലം ഉള്ള പരിരക്ഷ വന്നിട്ടുള്ളത്. ഇൻക്ലൂസീവ് സ്കൂൾസ് ആർ എഫക്റ്റീവ് സ്കൂൾസ്. ഇത് അക്സെപ്റ്റിംഗ് ഡൈവേഴ്സിറ്റി, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ഗുഡ് ലേണിംഗ് എൻവയറമെന്റ്, റെസ്പോൺസീവ്നെസ് ഇതൊക്കെയാണ് ഈ എഫക്റ്റീവ് ആകാൻ കാരണം. ഇൻക്ലൂഷൻ ചെയ്യാനുള്ള ബാരിയേഴ്സ് എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഫിസിക്കൽ ബാരിയർ, അതുപോലെ തന്നെ ടീച്ചേഴ്സ് ക്വാളിഫൈഡ് ആയ ടീച്ചേഴ്സ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്, ഫണ്ടിങ്, ഓർഗനൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം, പോളിസി ബാരിയർ. പിന്നെ ഇതൊക്കെയാണ് ബാരിയറായിട്ട് വരുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ IEDSS അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് അറ്റ് സെക്കൻഡറി സ്റ്റേജ് ലോഞ്ച്ഡ് ഇൻ 2009-10. ഈ IEDCനെ റീപ്ലേസ് ചെയ്തിട്ടാണ് IEDSS ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ അറ്റ് സെക്കൻഡറി സ്റ്റേജ്. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 4 വർഷത്തെ ഒരു വിദ്യാഭ്യാസം കൂടെ കുട്ടികൾക്ക്, അതായത് നേരത്തെ 1 തൊട്ട് 8 വരെയുള്ള കുട്ടികൾക്കായിരുന്നു ഈ IEDSCക്ക് അവകാശം ഉണ്ടായിരുന്നത് ഇൻക്ലൂസീവ് സ്കൂൾ. അതിനെ 4 വർഷം കൊണ്ട് നീട്ടുകയാണ്. സെക്കൻഡറി സ്റ്റേജ് +2 വിദ്യാഭ്യാസം വരെ ഇൻക്ലൂസീവ് സ്കൂൾ എഡ്യൂക്കേഷൻ അവർക്ക് ഉള്ള അവകാശം കൊടുക്കുകയാണ്. സ്കൂൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനി സ്റ്റേറ്റ് ഈസ് ഇംപ്ലിമെന്റിംഗ് ഏജൻസി ഈസ് 100% സെൻട്രൽ അസിസ്റ്റൻസോടെയാണ് പ്രവർത്തിക്കുന്നത്. ഫസ്റ്റ് എനേബിൾ 4 ഇയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആൻഡ് 8 ഇയർ എലിമെന്ററി സ്കൂൾ. അതായത് വിദ്യാഭ്യാസ വകുപ്പ് 100% ഈ കുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കണം. 600 രൂപ വെച്ച് ഒരു കുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്കോളർഷിപ്പും കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. ലേണിംഗ് ഡൈവേഴ്സിറ്റി, അണ്ടർസ്റ്റാൻഡിങ് ദ യുണീക്നെസ്, അക്സെപ്റ്റിംഗ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ലേണിംഗ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ദ യുണീക്നെസ്, അക്സെപ്റ്റിംഗ് ദ ഇൻഡിവിജ്വൽ ഡിഫറൻസ്.
ടൈപ്സ് ഓഫ് ലേണിംഗ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കൾച്ചറൽ ഡിഫറൻസ്, ജെൻഡർ ഡിഫറൻസ്, പിന്നെന്താണ് ലാംഗ്വേജ് ഡിഫറൻസ്, പിന്നെ റിലീജിയസ് ഡിഫറൻസ്, ലേണിംഗ് സ്റ്റാൻഡേർഡ് അല്ലേ, അതുപോലെ തന്നെ സോഷ്യൽ ഡിഫറൻസ്, ഇതൊക്കെയാണ് ഡൈവേഴ്സിറ്റി ഉണ്ടാകാൻ കാരണം. ജെൻഡർ, കൾച്ചറൽ, ലാംഗ്വേജ്, പിന്നെ റിലീജിയസ്, ലേണിംഗ് ഡിഫറൻസ്, സോഷ്യൽ ഡിഫറൻസ്. അപ്പോൾ അക്സെപ്റ്റിംഗ് യുണീക്നെസ്, അണ്ടർസ്റ്റാൻഡിങ് യുണീക്നെസ് ആൻഡ് അക്സെപ്റ്റിംഗ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, അതാണ് ഡൈവേഴ്സിറ്റി എന്നാണ്. ഡൈവേഴ്സിറ്റി ഈസ് അണ്ടർസ്റ്റാൻഡിങ് യുണീക്നെസ് ആൻഡ് അക്സെപ്റ്റിംഗ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ടീച്ചർക്ക് ഇമ്പയർമെന്റ് ആണ്, ഹിയറിംഗ് ഇമ്പയർമെന്റ്. ഹിയറിംഗ് കേൾവി, ശ്രവണ വൈകല്യം. ശ്രവണ വൈകല്യം എന്ന് പറയുമ്പോൾ ഹിയറിംഗ് ലോസ് ഏതർ പെർമനന്റ് ഓർ നോട്ട്, പാർഷ്യലായിട്ടോ പെർമനന്റ് ആയിട്ടുള്ള ഹിയറിംഗ് ലോസ് ആണ്. എഡ്യൂക്കേഷൻ പെർഫോമൻസിനെ ബാധിക്കും. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാവും. നീഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സർവീസ് സിൻസ് ഹി ഡസൻ ലൂസ് ഹിസ് എഡ്യൂക്കേഷണൽ കപ്പാസിറ്റി, ഇന്റലക്ച്വൽ കപ്പാസിറ്റി. ഈ ഹിയറിംഗ് ലോസ് ഉള്ള വ്യക്തിക്ക് ഇന്റലക്ച്വൽ കപ്പാസിറ്റിയിൽ കുറവുണ്ടാവില്ല. അവന് ഈ കേൾവിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന പഠിക്കാനുള്ള ബുദ്ധിമുട്ടാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. ഇനി വിഷ്വൽ ഇമ്പയർമെന്റ് ഇത് തന്നെയാണ്. ലോസ് ഓഫ് വിഷൻ ആണ് കംപ്ലീറ്റ് അല്ലെങ്കിൽ പാർഷ്യലായിട്ട്. വിഷൻ, അവന് മൊബിലിറ്റിക്ക് ഉണ്ടാകുന്ന പ്രശ്നം, അതുപോലെ തന്നെ നോൺ വെർബലും ആയിട്ടുള്ള റൈറ്റിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇവിടെ അവന് ബുദ്ധിക്ക് തകരാറൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഈ ഒരു വിഷ്വൽ എംപയർമെന്റ് മൂലം പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അവിടെയാണ് വിഷയം വരുന്നത്. ഫിസിക്കൽ ആൻഡ് മോട്ടോർ എംപയർമെന്റ് എന്ന് പറഞ്ഞാൽ ഡെയിലി ആക്ടിവിറ്റി ഡിഫിക്കൽട്ട് ടു ക്യാരി ഔട്ട് ഡെയിലി ആക്ടിവിറ്റി, നീഡ് അസിസ്റ്റൻസ്, അതാണ് ഫിസിക്കൽ. മോട്ടോർ എംപയർമെന്റ് ഇസ് എബിലിറ്റി ടു കൺട്രോൾ മസിൽ മൂവ്മെന്റ്. സെറിബ്രൽ പാൾസി, മോട്ടോർ എംപയർമെന്റ്, സെറിബ്രൽ പാൾസി. എബിലിറ്റി ഇൻ സോഷ്യൽ interaction is negatively affects social interactions. ഫിസിക്കൽ ആൻഡ് മോട്ടോർ എംപയർമെന്റിനകത്ത് വരുന്നതാണ്. പിന്നെ മൊബിലിറ്റി എംപയർമെന്റിനകത്ത് വരുന്നത് സെറിബ്രൽ പാൾസി ഉണ്ട്, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് ഉണ്ട്, ആർത്രൈറ്റിസ് ഉണ്ട്, ജുവനൈൽ പാർക്കിൻസൺസ് ഉണ്ട്. ഇതെല്ലാം മൊബിലിറ്റി എംപയർമെന്റ് ആണ്. സെറിബ്രൽ പാൾസി, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്, ആർത്രൈറ്റിസ്, ജുവനൈൽ പാർക്കിൻസൺസ്. അങ്ങനെ വിഷ്വൽ എംപയർമെന്റ്, ഹിയറിംഗ് എംപയർമെന്റ്, ഫിസിക്കൽ ആൻഡ് മോട്ടോർ എംപയർമെന്റ്, മൊബിലിറ്റി എംപയർമെന്റ് ആൻഡ് ഇതൊക്കെ ഇമ്പയർമെന്റ്സ് വരുന്നതാണ്. അതുപോലെ തന്നെ സെറിബ്രൽ പാൾസി. ഈ സെറിബ്രൽ പാൾസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റിൽ ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കുഞ്ഞു പ്രായത്തിൽ വരുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഏർലി ഇൻ ചൈൽഡ്ഹുഡ്, അതാണ് ഈ ലിറ്റിൽ ഡിസീസ് എന്ന് അറിയപ്പെടുന്നത്. ഇത് ഇഞ്ചുറി ഇൻ ദ പാർട്ട് ഓഫ് ബ്രെയിൻ ഉണ്ടാകുന്ന ചില ഇഞ്ചുറിക്ക് മൂലം ഉണ്ടാകുന്നതാണ് ഈ സെറിബ്രൽ പാൾസി ഉണ്ടാകുന്നത്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് കൺട്രോൾ മൂവ്മെന്റ് ഡ്യൂറിങ് ഏർലി ഏജ് ഓഫ് ഡെവലപ്മെന്റ്. ഇത് ഡെവലപ്മെന്റിന്റെ ഏർലി സ്റ്റേജിൽ ഈ ഒരു മൂവ്മെന്റ് പ്രശ്നം തുടങ്ങും. ഡെവലപ്മെന്റ് എംപയർമെന്റ് ആണ്. ഇതൊരു ഡെവലപ്മെന്റ് എംപയർമെന്റ് ആണ്. ഇറ്റ് ഈസ് ഡെവലപ്മെന്റ് എംപയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺജീനിയൽ പ്രസന്റ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഡെവലപ്മെന്റ് എംപയർമെന്റ്. കൺജീനിയൽ എന്ന് പറഞ്ഞാൽ പ്രസന്റ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. അത് ഡൗൺ സിൻഡ്രോം. പിന്നെ ട്രൈസോമി 21 എന്നാണ് പറഞ്ഞത്. ട്രൈസോമി 21 ഇതൊരു കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ അനുസരിച്ച് എ പേഴ്സൺ ബോൺ വിത്ത് എക്സ്ട്രാ ക്രോമസോം. എ പേഴ്സൺ ബോൺ വിത്ത് എക്സ്ട്രാ ക്രോമസോം, അതിനാണ് ട്രൈസോമി 21 എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. എക്സ്ട്രാ ക്രോമസോം ഉണ്ടാകും വഴി ഡിലേ ഇൻ ദ വേ ഓഫ് ചൈൽഡ് ഡെവലപ്മെന്റ്, മെന്റൽ ആൻഡ് ഫിസിക്കൽ. മെന്റലി ഫിസിക്കലി ഡെവലപ്മെന്റ് ഡിലേ ആവും. അതാണ് ഡൗൺ സിൻഡ്രോമിനകത്ത് സംഭവിക്കുന്നത്. അതൊരു ജനറ്റിക് പ്രോബ്ലമാണ്. അടുത്തത് സ്പെഷ്യൽ ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. സ്പെഷ്യൽ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ആണ് അംബർല ടൈം. അതൊരു അംബർല ടൈമാണ്. അതിനകത്ത് കുറേ കാര്യങ്ങൾ, കുറേ ഡിസബിലിറ്റീസ് വരും. സ്ഥിരമായി സംഭവിക്കുന്ന എല്ലാ ഡിഫിക്കൽട്ടീസും നമുക്ക് കാണപ്പെടാത്തതുമായിട്ടുള്ള എല്ലാം. അതിനകത്ത് പ്രധാനമായിട്ട് നമുക്കറിയാവുന്ന ഡിലക്സിയ, ഡിപ്രാക്സിയ, DCP, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ. ഡിലക്സിയ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കാനുള്ള ബുദ്ധിമുട്ട്, കുട്ടി വാക്കുകൾ തെറ്റിച്ച് വായിക്കുന്നു. ഡിപ്രാക്സിയ, DCP എന്ന കോർഡിനേഷൻ ഡിഫിക്കൽറ്റിയാണ്. ഡിസ്കാൽക്കുലിയ കണക്കുകൂട്ടൽ, നമ്പറുകൾ തമ്മിലുള്ള മാറിപ്പോകൽ. ഡിസ്ഗ്രാഫിയ എഴുതാനുള്ള വൈകല്യമാണ്, എഴുതാനുള്ള ബുദ്ധിമുട്ടാണ്. അതാണ് സ്പെഷ്യൽ ലേണിംഗ് ഡിഫിക്കൽറ്റിക്കകത്ത് വരുന്നത്. അതായത് ഇമ്പയർമെന്റിനകത്ത് വരുന്ന ADHD ആണ്. ന്യൂറോളജിക്കൽ ADHD എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ ഡിസോർഡർ, അക്യൂട്ട് ഹൈപ്പർ
disorder, autistic spectrum dysmeter, epilepsy, ടോട്ടറൈസ് സിൻഡ്രോം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ബിഹേവിയർ ഇമോഷണൽ ഡിസബിലിറ്റീസ്, ബിഹേവിയറൽ ഇമോഷണൽ സോഷ്യൽ BESD ഡിസബിലിറ്റീസ്, അതൊരു അംബ്രല്ല ടൈമാണ്. മൾട്ടിപ്പിൾ എംപയർമെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം എംപയർമെന്റ് ആ ഒരു കുട്ടിയിൽ പ്രസന്റ് ആണെങ്കിൽ, അതായത് വിഷ്വൽ എംപയർമെന്റും പിന്നെ സെർവോ പാൾസിയും ഒരു കുട്ടിക്കുണ്ടെങ്കിൽ അതൊരു മൾട്ടിപ്പിൾ, ഡെഫ് ആൻഡ് ബ്ലൈൻഡ്നെസ് ഉണ്ടെങ്കിൽ അതൊരു മൾട്ടിപ്പിൾ എംപയർമെന്റ് ആണ്. ഒന്നിലധികം എംപയർമെന്റ് ഒരു കുട്ടിയിൽ പ്രസന്റ് ആണെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ എംപയർമെന്റ് എന്ന് പറയും. ഇനി അടുത്ത മൊഡ്യൂള് ചാലഞ്ചസ് ഓഫ് ഇൻക്ലൂസീവ്നെസ്, ഇഷ്യൂസ് ഓഫ് ക്രിയേറ്റിംഗ് ഇൻക്ലൂസീവ് സ്കൂൾ. നോ പോളിസി, ഒന്നാമത്തെ ഇഷ്യൂ നോ പോളിസി ആൻഡ് പ്രാക്ടീസ് എക്സിസ്റ്റ് ഇൻ ദ കൺട്രി വിത്ത് റെസ്പെക്ട് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പോളിസിയും പ്രാക്ടീസും മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇല്ല എന്നുള്ളതാണ്. മറ്റൊന്ന് സ്കിൽ ഓഫ് ടീച്ചേഴ്സിന് സ്കില്ലായ ടീച്ചേഴ്സിന് നമുക്ക് ലഭ്യമില്ല. പൂർ ടീച്ചിങ് ട്രെയിനിങ്, ഇതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നതും വളരെ നല്ല രീതിയിലല്ല. ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ഇൻക്ലൂസീവ് സ്കൂൾ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് സ്റ്റുഡൻസിനോടുള്ള ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ലാക്ക് ഓഫ് അവയർനെസ്, ഇതിനെപ്പറ്റിയുള്ള അവബോധമില്ലായ്മ, ഇംപ്രോപ്പർ കരിക്കുലം അത്ര ശരിയല്ലാത്ത രീതിയിലുള്ള കരിക്കുലം ഡിസൈൻ ചെയ്യുക വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഡിഫിക്കൽട്ടി ഇൻ ഫിസിക്കൽ ആക്സസ്, അതുപോലെ തന്നെ സപ്പോർട്ട് സർവീസ്, എക്സ്പെൻസ്, പോർ പോളിസി, മിസ് ഇൻഫർമേഷൻ തുടങ്ങിയിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഇൻക്ലൂസീവ് സ്കൂളിലുണ്ട്. ഒരുപാട് എഴുതാനുണ്ട് നമുക്ക്, ഒരുപാട് പ്രശ്നങ്ങൾ. കൾച്ചറലി ഇൻക്ലൂസീവ്, ഈ കൾച്ചറലി ഇൻക്ലൂസീവ് റെക്കഗ്നൈസിങ് എവരി ലേണർ ഈസ് യുണീക്ക് ആൻഡ് അക്സെപ്റ്റിംഗ് ദ കൾച്ചർ. അതായത് ഈ കൾച്ചറൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കഗ്നൈസിങ് എവരി ലേണർ ഈസ് യുണീക്ക് ആൻഡ് അക്സെപ്റ്റിംഗ് ദർ കൾച്ചർ, എഫക്റ്റീവ് ഇന്റർ കൾച്ചറൽ സ്കിൽ. അതായത് ഒരു കൾച്ചറും മറ്റൊരു കൾച്ചറുമായിട്ട് അംഗീകരിക്കാനുള്ള, എല്ലാവരും യുണീക്കാണ്, ഒരാളുടെ സംസ്കാരമല്ല മറ്റൊരാളുടെ, ആ ഒരു അക്സെപ്റ്റൻസ് ആണ് ഇൻക്ലൂസീവ് കൾച്ചറാണ്. മിനിയേച്ചർ ഓഫ് സൊസൈറ്റിക്കകത്ത് നമ്മൾ പഠിച്ചതാണ് ഈ ETP. ജെൻഡർ ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ജെൻഡർ ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ LGBTQ, അതായത് സ്റ്റുഡൻസ് ആർ നോട്ട് ലിമിറ്റഡ് ബേസ്ഡ് ഓൺ ദർ ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ഓർ സ്റ്റുഡൻസ് ആർ വെൽക്കംഡ്. നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടി LGBTQ-യിലുണ്ട് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം ടീച്ചർ എന്നല്ലെങ്കിൽ. അതാണ് ജെൻഡർ ഇൻക്ലൂസീവ്നെസ് എന്ന് പറഞ്ഞാൽ. എല്ലാ കുട്ടികളും ജെൻഡർ സ്റ്റീരിയോടൈപ്പ് ഉപയോഗിച്ചാൽ ഒരു ആൺകുട്ടി ഇന്നത് ചെയ്യണം, പെൺകുട്ടി ഇത് ചെയ്യണം, ആൺകുട്ടിക്ക് ഇതേ ചെയ്യാവൂ, പെൺകുട്ടിക്ക് ഇതേ ചെയ്യാവൂ എന്ന നിലക്ക് നിങ്ങൾ സ്റ്റീരിയോടൈപ്പ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ജെൻഡർ ഇൻക്ലൂസീവ്നെസ് നടക്കില്ല. ജെൻഡർ LGB, ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്യൂർ ആൻഡ് ഇന്റർസെക്സ് എന്ന് പറയുന്ന വിഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അതുപോലെ തന്നെ അടുത്ത് ILFE എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഫ്രണ്ട്ലി എൻവയറമെന്റ്, ഇൻക്ലൂസീവ് ലേണിംഗ് ഫ്രണ്ട്ലി എൻവയറമെന്റ്, ILFE. ചൈൽഡ് ഫ്രണ്ട്ലി, ടീച്ചർ ഫ്രണ്ട്ലി, ലേണിംഗ് ഫ്രണ്ട്ലി, ലേണിംഗ് ടുഗദർ, നോ സ്റ്റിക്ക്, നോ അബ്യൂസ് വേർഡ്സ്, നോ കോർസ്ഫുൾ പണിഷ്മെന്റ്, ലൈഫ് സ്കിൽ, സോഷ്യൽ സ്കിൽ, ഹെൽത്ത്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു സ്കൂള് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ എൻവയറമെന്റ് ലേണർ ഫ്രണ്ട്ലി ആണ് എന്നാണ്, ഇൻക്ലൂസീവ് ലേണേഴ്സ് ഫ്രണ്ട്ലി എന്നാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനകത്ത് പരമാവധി സ്റ്റിക്ക് ഉപയോഗിക്കാൻ, അബ്യൂസീവ് വേർഡ്സ്, ചീത്തവാക്കുകൾ, ശകാരങ്ങൾ ഒന്നും ഉണ്ടാകരുത് എന്നുള്ളതാണ്. അതുപോലെ ടീച്ചർ ഫ്രണ്ട്ലി, ലേണിംഗ് ഫ്രണ്ട്ലി ആയിരിക്കണം, ലേണിംഗ് ടുഗദർ ആയിരിക്കണം. ഈ ലെക്ചറിംഗ് ഒന്നും ഇൻക്ലൂസീവ് സ്കൂളിൽ നടക്കില്ല. അവിടെ കൂടുതലും കുട്ടികളോടൊപ്പം കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക, കൺസ്ട്രക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. ലൈഫ് സ്കിൽ പഠിപ്പിക്കുക, സോഷ്യൽ സ്കിൽ പഠിപ്പിക്കുക എന്നൊക്കെയുള്ളതാണ് അവിടെ. അതുകൊണ്ടാണ് ILFE ഇങ്ങനെയൊക്കെ ആയിരിക്കണം. ഡൈവേഴ്സിറ്റി ഇൻ ഇൻക്ലൂസീവ് ഇൻ ക്ലാസ് റൂം, ക്രിയേറ്റ് എൻവയറമെന്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ചിൽഡ്രൻ ടു ലേൺ, ഡെവലപ്പ് ബെസ്റ്റ് ഓഫ് ദെയർ എബിലിറ്റി. അതുപോലെ തന്നെ വാല്യൂയിങ് ആൻഡ് എൻകറേജിങ് ഡൈവേഴ്സിറ്റി. ടീച്ചർ ഷുഡ് have a value of diversity, try to recognize, respect the fact people are different. അത് ടീച്ചർ കൊണ്ടുപോകാൻ ഒരു ക്വാളിറ്റി ആയിരിക്കണം. പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സുകളും ആറ്റിറ്റ്യൂഡ്സും ഉണ്ടായിരിക്കണം. അടുത്ത ഇൻക്ലൂസീവ്, ഇൻക്ലൂഡിങ് ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് തിങ്കിങ് ആൻഡ് ലേണിംഗ്. ലേൺ മേ ബി വേ ഡിഫറെൻറ്റ് വേസ്, പലതരത്തിൽ പഠിക്കാം. വേസ് ഓഫ് ലേണിംഗ്, ലെവൽസ് ഓഫ് ലേണിംഗ് ആൻഡ് ഡിഫറെൻറ്റ്. അതിലൊരു ഡൈവേഴ്സിറ്റി ഉണ്ടാവും. ഡിഫറെൻറ്റ് ടീച്ചിങ് മെത്തേഡ് ഉപയോഗിക്കാം. തിങ്ക് ക്രിയേറ്റീവ്ലി, അവർ എങ്ങനെ നന്നായി പഠിപ്പിക്കാൻ തിങ്ക് ചെയ്യുക.
അതുപോലെ തന്നെ മെമ്മറൈസേഷൻ, അനാലിസിസ്, സിന്തസിസ്. ആദ്യം മെമ്മറൈസേഷൻ, പിന്നെ അനാലിസിസ്, പിന്നെ സിന്തസിസ്, അങ്ങനെയുള്ള ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഹയർ ഓർഡർ ലെവൽ, ലോവർ ലെവൽ ഓർഡർ തിങ്കിങ് ടു ഹയർ ഓർഡർ തിങ്കിങ്ങിലേക്ക് പോകാം. പ്രോബ്ലം സോൾവിങ് യൂസിങ് ടീച്ചിങ് ലേണിംഗ് എയ്ഡ്, ലൈറ്റ്, സൗണ്ട്, മൂവ്മെന്റ്, ബോഡി ലാംഗ്വേജ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തിങ്കിങ് ആൻഡ് ലേണിംഗ്. അധ്യാപകൻ മനഃപൂർവ്വമല്ലാതെ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് നടത്താറുണ്ട്. ഷുഡ് ക്രിയേറ്റ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ചിൽഡ്രൻ. അധ്യാപനത്തിനിടയ്ക്ക് അധ്യാപകൻ മനഃപൂർവ്വം അല്ലാതെ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് നടത്താറുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾ അത് ഒഴിവാക്കും. ജെൻഡർ ആൻഡ് ടീച്ചിങ്. സ്ട്രാറ്റജി ടു ഡൈവേഴ്സിറ്റി ആൻഡ് ഡിസബിലിറ്റി ടു ഹെൽപ്പ് ഡിസേബിൾഡ് ചിൽഡ്രൻ ലേൺ ടു ദെയർ ഫുള്ളസ്റ്റ് പൊട്ടൻഷ്യൽ. റിപ്പിറ്റീഷൻ, ഫീഡ്ബാക്ക്, റെഡ്യൂസ് ടാസ്ക്, ജിയോഗ്രഫിക് ഗ്രൂപ്പ് ലേണിംഗ്. അതുപോലെ തന്നെ HIV എയ്ഡ്സ് കുട്ടികളോടുള്ള നിലപാട്. സ്റ്റുഡൻസ് ഡിസ്ക്രിമിനേറ്റ് അഗൈൻസ്റ്റ് HIV കോൺട്രാക്റ്റഡ് ചിൽഡ്രൻ ഗോട്ട് അറ്റ് ബർത്ത് ഫ്രം ദ ഇൻഫെക്റ്റഡ് മദർ. അതായത് ഇൻഫെക്റ്റഡ് മദറിൽ നിന്ന് ഈ കുട്ടിക്ക് കിട്ടുന്ന ഒരു രോഗമാണ് ഈ പറയുന്ന HIV എന്ന് പറയുന്ന രോഗം. അതിനെ ടീച്ചർ ഷുഡ് എന്ത് ചെയ്യണം, അഡ്രസ് ചെയ്യണം. ടീച്ചർ എങ്ങനെ അഡ്രസ് ചെയ്യേണ്ടത്? അത് കുട്ടികളെ പറ്റി അതിൻ്റെ ഒരു ബോധം ഉണ്ടായിരിക്കണം. അത് സംശയം ചോദിച്ചു അതിനോട് അത് പറയണം. ഹെൽത്ത് വർക്കറുമായിട്ട് കോൺടാക്ട് ചെയ്യണം. ക്ലീൻനെസ്, ക്ലിയറിങ് ഡൗട്ട്സ്, മസ്റ്റ് ബി ഏബിൾ ടു ക്ലിയർ ഡൗട്ട്സ്. ഇതൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത് ടീച്ചർ. അടുത്ത ഓർഗനൈസേഷൻ സപ്പോർട്ട് ടു ചേഞ്ച് ടുവാർഡ്സ് ഇൻക്ലൂസീവ് സ്കൂൾ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എൻഷുവേഴ്സ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ സ്കൂളിംഗ്. ഇത് ഡൈനാമിക് പ്രോസസ്. Teachers, building blocks necessary. Students placement, family and communication involvement, collaborative practices. UDL, maximize learning for greatest number of students. Universal design for education. All students have option of learning from instruction material that suit their abilities and learning style. UDS എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് എന്നാണ്. യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ കുട്ടികൾക്കും അവരുടെ പഠിക്കുന്നതിന് ആവശ്യമായ യൂണിവേഴ്സൽ ഡിസൈൻ ഓഫ് ലേണിംഗ് എല്ലാവർക്കും പഠിക്കാൻ പറ്റണം. അതുകൊണ്ട് അവരുണ്ടാക്കുന്ന ലേണിംഗ് മെറ്റീരിയൽ കൊണ്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റണം. അതാണ് യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് മെറ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രിൻസിപ്പിൾസ്, ലേണിംഗ് മെറ്റീരിയലിന്റെ പ്രിൻസിപ്പിൾസ് ഫ്ലെക്സിബിൾ ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, പെർസെപ്റ്റബിൾ ആയിരിക്കണം, ടോളറൻ്റ് ആയിരിക്കണം, ലോ ഫിസിക്കൽ എഫർട്ട് ഉള്ളതായിരിക്കണം, സൈസ് കൃത്യമായിരിക്കണം, യൂസ്ഫുൾ ആയിരിക്കണം. പേരൻസ് ആൻഡ് കമ്മ്യൂണിറ്റി, ഇതിൻ്റെ റോൾ എന്താണ്? പേരൻറ്റിങ്, കമ്മ്യൂണിക്കേറ്റിംഗ്, വോളണ്ടിയറിങ്, ലേണിംഗ് അറ്റ് ഹോം, ഡിസിഷൻ മേക്കിംഗ്, കൊളാബറേഷൻ വിത്ത് കമ്മ്യൂണിറ്റി. നീഡ് ഫോർ ലീഡർഷിപ്പ് ആൻഡ് കൊളാബറേഷൻ. കൊളാബറേഷൻ ഈസ് എ ഇന്റർപേഴ്സണൽ സ്റ്റൈൽ. കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർപേഴ്സണൽ സ്റ്റൈലാണ്. കൊളാബറേഷൻ ഈസ് എ കീ ടു മേക്കിംഗ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ പ്രധാനപ്പെട്ട സാധനമാണ് ഈ കൊളാബറേഷൻ. കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർപേഴ്സണൽ സ്റ്റൈലാണ്. കരിക്കുലർ നീഡ്സ് ഓഫ് ചിൽഡ്രൻ ഫോർ ബോത്ത് ഡിസേബിൾഡ് ഇൻ ദ ക്ലാസ് റൂം. റിസോഴ്സ് ടീച്ചർ. റിസോഴ്സ് ടീച്ചർ എന്ന് പറഞ്ഞാൽ ആരാണ്? റിസോഴ്സ് ടീച്ചർ ഈസ് എ ട്രെയിൻഡ് സ്പെഷ്യലിസ്റ്റ് ടീച്ചറാണ് ഹു വർക്ക്സ് വിത്ത് and is a trained teacher. A resource teacher is a trained specialist teacher who works with and act as a consultant. അതായത് to other teachers. Resource teacher is a specialized trained teacher who works with and act as a consultant of regular teachers. റെഗുലർ ടീച്ചേഴ്സിൻ്റെ ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് റിസോഴ്സ് ടീച്ചർ മാറും. അവരൊരു സ്പെഷ്യലിസ്റ്റ് ട്രെയിൻ കിട്ടിയതാണ്. അവർ പ്രൊവൈഡ് മെറ്റീരിയൽ ആൻഡ് മെത്തേഡ്സ് ഓഫ് റിസോഴ്സ് റെഗുലർ ടീച്ചർ. റെഗുലർ ക്ലാസ് കൊണ്ട് ചെല്ലുന്നിട്ട് റെഗുലർ ടീച്ചറൊക്കെ സഹായിക്കുന്നുണ്ട്. റെഗുലർ ടീച്ചർ ഹൂ സ്പെഷ്യലി ട്രെയിൻ ടു
resource teacher who specially trained for teaching children with special needs. അവര് റെമഡിയൽ ടീച്ചിങ് നടത്തും. അവര് പിന്നെ സ്പോട്ട് ദ പ്രോബ്ലം, ഒരു കുട്ടി ഒരു കോളേജിൽ പ്രശ്നം, സ്കൂളിൽ പ്രശ്നം, ക്ലാസ്സിൽ പ്രശ്നമാകുമ്പോൾ റെഗുലർ ടീച്ചർക്ക് പെട്ടെന്ന് മനസ്സിലായിരിക്കും, റിസോർട്ട് ടീച്ചർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അടുത്തത് കൊളാബറേറ്റീവ് ടീച്ചിങ്. 1970-കളിൽ സ്പെഷ്യൽ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഉള്ളവർ സെപ്പറേറ്റ് ക്ലാസ് റൂമിലാണ് പഠിപ്പിക്കപ്പെട്ടത്. എന്നാൽ മെയിൻ സ്ട്രീമിംഗ് വന്നതിന് ശേഷം റെഗുലർ ക്ലാസ് റൂമുകളിലേക്ക് CSWN, അതായത് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് കൂടെ കടന്നു പോകും. അപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് റെഗുലർ ടീച്ചേഴ്സും തമ്മിലൊരു കൊളാബറേഷൻ വഴി പഠിപ്പിക്കേണ്ടതായിരുന്നു. അതാണ് കൊളാബറേറ്റീവ് ടീച്ചിങ്. അത് മനസ്സിലാക്കി വെക്കണം. അങ്ങനെ പരസ്പരം അറിവുകൾ ഷെയർ ചെയ്തുകൊണ്ട് വൈദഗ്ധ്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ടീച്ചിങ് ആണ്. റെഗുലർ ടീച്ചറും സ്പെഷ്യൽ സ്കൂൾ ടീച്ചറും കൊളാബറേറ്റ് ചെയ്ത് പഠിപ്പിക്കേണ്ടതായി വന്നു. അതായത് മെയിൻ സ്ട്രീമിംഗ് വന്നതിന് ശേഷം. മുമ്പ് എന്തായാലും സ്പെഷ്യൽ സ്കൂൾ ക്ലാസ് റൂമുകളിലാണ് കുട്ടികൾ പഠിപ്പിക്കപ്പെട്ടത്, ഈ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. എന്നാൽ റെഗുലർ ക്ലാസ് റൂമിലേക്ക് കുട്ടികൾ മാറ്റപ്പെട്ടു. എങ്ങനെ? മെയിൻ സ്ട്രീമിങ്ങിന് ശേഷം. അപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്റെ റോൾ എന്താണ്? ഈ റെഗുലർ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ ഈ കാര്യത്തിൽ ഒരു കൊളാബറേറ്റ് ചെയ്തുകൊണ്ട്, രണ്ടുപേരോട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പരസ്പര സഹകരണത്തോടുകൂടി അറിവുകൾ ഷെയർ ചെയ്തുകൊണ്ടും സ്കില്ലുകൾ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പഠന രീതിയാണ് ഈ കൊളാബറേറ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത്. മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ. അടുത്തത് പ്രോസസ് ഓഫ് ടീച്ചിങ്, ക്രിട്ടിക്കൽ സ്കിൽ ഓഫ് എഡ്യൂക്കേഷൻ, അഡ്ജസ്റ്റിംഗ് ദ ലേണർ, acknowledging diverse students characteristics, adjusting instruction to gifted children. ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ്, മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ടീച്ചിങ് ആണ്. അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അഡ്ജസ്റ്റിംഗ് ദ ലേണർ, കുട്ടിയുടെ കഴിവനുസരിച്ച് ടീച്ചർ മാറണം. എന്നാൽ അക്നോളജിങ് ഡൈവേഴ്സ് സ്റ്റുഡൻസ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇപ്പം സ്റ്റുഡൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ വ്യത്യാസമാണ്. അപ്പോൾ അതനുസരിച്ച് മാറാൻ തയ്യാറാവുന്ന ഒരു സാഹചര്യം കൊണ്ടാണ്. അതിനെയാണ് മൾട്ടി ലെവൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ടു ആക്സസ് ഡൈവേഴ്സ് വോയിസ്, റിട്ടൺ ടെസ്റ്റ് നടത്താം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം, കോമ്പറ്റീറ്റീവ് അഡാപ്റ്റീവ്, കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റുകൾ നടത്താം. ഇങ്ങനെ ടെസ്റ്റുകൾ നടത്തിക്കൊണ്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇൻക്ലൂസീവ് ഇവാലുവേഷൻ നടത്താം. അപ്പോൾ നമ്മൾ ഇത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ക്ലാസ് ഉണ്ടല്ലോ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സബ്ജക്റ്റ് വളരെ പ്രധാനം. ക്രിയേറ്റിംഗ് ആ ഇൻക്ലൂസീവ് സ്കൂൾ എന്ന് പറയുന്നത് നമ്മൾ തീർത്തിരിക്കുകയാണ്. ഇപ്പോൾ ടൈം 1 മണിക്കൂർ 1.5 മണിക്കൂറിന് ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണത്. ഇനി നമ്മൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഇത് കഴിഞ്ഞു. ഇനി ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ്. ആ ഓപ്ഷണൽ സബ്ജക്റ്റ് മാത്രമേ ചെയ്യാൻ. എന്തായാലും ഇത്